الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا حبيبي يا رسول الله بسم الله ما شاء الله لا يسوق الخير إلا الله بسم الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله ما كان من نعمة فمن الله بسم الله ما شاء الله لا يأتي بالحسنات إلا الله بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا يسأل حميم حميم
يبصرونهم يود المجرم لو يفتدي من عذاب يومئذ ببنيه وصاحبته وأخيه وفصيلته التي تؤويه ومن في الأرض جميعا ثم ينجيه كلا إنها لظى نزاعة للشوى تدعو من أدبر وتولى وجمع فأوعى صدق الله مولانا العظيم. قال رسول الله صلى الله عليه وسلم لن يلج النار أحد بكى من خشية الله صدق رسول الله صلى الله عليه وسلم. ألف الألف نظام مدح أعلى العالي أول السطور بسم الله بدأ الخالق لا إله إلا الله أحمد الله مصليا مسلما على أحمد والآل والأصحاب من للآل لا إله إلا الله بالغ المداح في أوصافه فما بلغ بالغ معشار ما أوتي بما في البال لا إله إلا الله ഈ വേദിക്ക് ആത്മീയ നേതൃത്വം നൽകുന്ന നമുക്കെല്ലാവർക്കും പ്രിയങ്കരനായ ഉപന്തിരാകുന്ന ശൈഖുന ഉസ്താദ് ആറ്റാശ്ശേരി മുസ്ലിം ജമാഅത്തിൻ്റെ കരുത്തനായ പ്രിയങ്കരനായ ഖത്തീബ് ഉസ്താദ് വേദിയിൽ ഭോഷരായിരിക്കുന്ന പ്രിയപ്പെട്ട ഉലമാക്കളെ ഉമറാക്കളെ മുത്തഅല്ലിം സുഹൃത്തുക്കളെ സഹോദര സഹോദരിമാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റമദാനിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾ വിട്ടുപുറത്ത് അഫ്വ് ചെയ്യുമാറാവട്ടെ. റമദാനിൻ്റെ ബറക്കത്ത് കൊണ്ട് ശിഷ്ടകാല ജീവിതം അവരിഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട രീതിയിൽ ജീവിച്ച് അവസാനം കലിമ ഉച്ചരിച്ചുകൊണ്ട് മരണം വരിക്കുവാനുള്ള മഹാസൗഭാഗ്യം നമുക്കേവർക്കും അല്ലാഹു നസീബാക്കുമാറാവട്ടെ. നമ്മളിലും സന്താന പരമ്പരകളിലും ഈമാനികമാവുന്ന സൗഭാഗ്യം നിലനിർത്തുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഉസ്താദുമാർ, കൂട്ടുകുടുംബാദികൾ, നമ്മുടെ മഹല്ലുകളുടെ ഖബർസ്ഥാനിൽ അന്ത്യവിശ്രമം ചെയ്യുന്ന മുഅ്മിനീങ്ങൾ, ഇന്ന് നമ്മുടെ ജമാഅത്തിൽ നിന്ന് മരണപ്പെട്ടുപോയ പ്രായമുള്ള ഹംസാക്കടക്കം എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരോടൊപ്പം നാളെ അവൻ്റെ സുഖലോക സ്വർഗത്തിൽ ഒരുമിക്കുവാനുള്ള മഹാസൗഭാഗ്യം നാഥനായ റബ്ബ് നമുക്കേവർക്കും നൽകി തുണയ്ക്കുമാറാവട്ടെ. റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മുഅ്മിനീങ്ങൾ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ.
പ്രതികൂലമായി സാക്ഷി നിൽക്കുന്ന ഹതഭാഗ്യരിൽ നിന്ന് നമ്മയും നാടിനെയും ലോകരെയും ലോക മുസ്ലിമീങ്ങളെയും അല്ലാഹു കാവലിലാക്കുമാറാവട്ടെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീം. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, പരിശുദ്ധ റമദാനിൽ ഇൽമിന്റെ മജ്ലിസിൽ പങ്കെടുക്കാൻ അവസരം കിട്ടുക വലിയ പുണ്യമാണ്. ഒരു ഹദീസിൽ പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളി ചെയ്യുന്നു, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഹദറ മജ്ലിസൽ ഇൽമി ഫീ റമദാൻ അഅതാഹു അല്ലാഹു ബികുല്ലി ഖദമിൻ ഇബാദത സനത്തിൻ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളി ചെയ്യുകയാണ്, പരിശുദ്ധമായ റമദാനിൽ ഇൽമിന്റെ മജ്ലിസിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയോ, അവൻ പരിശുദ്ധമായ ഇൽമിന്റെ മജ്ലിസിലേക്ക് വരുന്ന ഓരോ ചവിട്ടടിക്കും അല്ലാഹു ഒരു വർഷത്തെ ആരാധനയുടെ പ്രതിഫലം രേഖപ്പെടുത്തുകയെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു വർഷത്തെ ആരാധനയുടെ പ്രതിഫലം ഇൽമിന്റെ മജ്ലിസിലേക്ക് വരുന്നതിന്റെ ഓരോ ചവിട്ടടിക്കും അല്ലാഹു നൽകും. അഅതാഹു അല്ലാഹു ബികുല്ലി ഖദമിൻ ഇബാദത സന. മാഷാ അല്ലാഹ്, അല്ലാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. നിങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് ഇവിടേക്ക് എത്തിയപ്പോൾ എത്ര വർഷത്തെ ആരാധനയുടെ പ്രതിഫലം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് എന്ന് ആദ്യമായി തന്നെ വിലയിരുത്തി. റമദാന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ടാണ് റമദാനിൽ ഒരു നിമിഷം പോലും, ഒരു സെക്കൻഡ് പോലും പാഴാക്കാൻ പാടില്ല. ഇൽമിന്റെ മജ്ലിസിൽ വന്നിരിക്കുക, അല്പസമയം അതിനുവേണ്ടി ചെലവഴിക്കുക വലിയ പുണ്യമാണ്. അല്ലാഹു നമ്മളെ കബൂലാക്കുമാറാവട്ടെ. ആ പുണ്യം ഈ സമൂഹത്തിനും ഈ സമുദായത്തിനും ഈ മഹല്ലത്തിനും കരഗതമാകണമെന്ന ലക്ഷ്യത്തില് ബഹുദരാകുന്ന ശൈഖുന ഉസ്താദ് അവറുകൾ ഇത്തരത്തിലുള്ള ഒരു മജ്ലിസ് ഒരുമിച്ച് കൂട്ടിയത് എന്നാണ് ഞാൻ ആദ്യമായി വിശ്വസിക്കുന്നത്. അല്ലാഹു ഇത് കബൂലാക്കുമാറാവട്ടെ. ആ വർണ്ണമായ പ്രതിഫലം ഉസ്താദിനും ഇവിടെ വന്നു ചേർന്നിട്ടുള്ള മുഴുവൻ മുഅ്മിനീങ്ങൾക്കും ഈ സ്ഥാപനത്തിനും അതിന്റെ അഭ്യുതകാംക്ഷികൾക്കും എല്ലാവർക്കും അല്ലാഹു നസീബാക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആമുഖമായി ദുആ ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിത വിജയം എപ്പോഴും ഉണ്ടാവുക ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം നരകത്തിൽ നിന്ന് ദൂരമാക്കപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിക്കാൻ അവസരം കിട്ടുകയും ചെയ്യുമ്പോഴാണ്. വിശുദ്ധ ഇസ്ലാമിൽ ഒരു വിജയി അതാണ്. നമ്മളൊക്കെ സാധാരണ 10ാം ക്ലാസ്സിൽ പരീക്ഷ തുടങ്ങുമ്പോൾ തന്നെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി പറയും. SSLCയും +2 ഒക്കെ പൂർണ്ണമായി A+ വാങ്ങണം, പ്രത്യേകം ദുആ ചെയ്യണം, അതിന് വല്ല ദിക്റുണ്ടെങ്കിൽ പ്രത്യേകം വാങ്ങി ആ ഔറാദുകളും വിറുദുകളും നാം വീട്ടും. പക്ഷെ അതിലെല്ലാം ഉപരി നിന്റെ കച്ചവടത്തിലും നിന്റെ ജീവിതത്തിലും ഒക്കെ വിജയം നിനക്ക് കൈവരിക്കണമെങ്കിൽ ആഖിറം പരലോകം പരിപൂർണമായി വിജയത്തിലായി തീരണം. നരകത്തിൽ നിന്ന് മുക്തമായി സ്വർഗത്തിലേക്ക് കടന്നവനെയാണ് അല്ലാഹു വിജയിയായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ വിശുദ്ധ ഖുർആൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൂന ഉജൂറക്കും യൗമൽ ഖിയാമah ഫമൻ زحزح عن النار وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ലോകത്തേക്ക് കടന്നു വന്നിട്ടുള്ള ഏതൊരു മനുഷ്യരുണ്ടോ, ഏതൊരു ജീവിയുണ്ടോ, ഏതൊരു ആത്മാവും മരണത്തെ രുചിച്ചറിയുന്നതാണ്. മരിക്കാതെ ഈ ലോകത്തിൽ നിന്ന് ഒരാളും കഴിഞ്ഞു കിടക്കുകയില്ല. ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഈ ബൃഹത്തായ ലോകത്തേക്ക് വന്നിട്ടുള്ള ഏത് വ്യക്തിയും മരണത്തെ രുചിച്ചറിയുന്നതാണ്.
വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ. ഈ ദുനിയാവിൽ നിങ്ങൾ ചെയ്തതാകുന്ന നന്മകളുടെയും തിന്മകളുടെയും സർവ്വതിന്റെയും പ്രതിഫലം അല്ലാഹു പൂർത്തീകരിച്ച് നൽകൽ നാളെ ഖിയാമത്ത് നാളിലത്രേ, പരലോക ജീവിതത്തിലത്രേ. فمن زحزح عن النار وأدخل الجنة فقد فاز. ഈ ദുന്യവിയായ ജീവിതത്തിൽ നമസ്കാരം ചിട്ടവെക്കുകയും നോമ്പുകൾ നോറ്റുവീടുകയും സകാത്തുകൾ കൊടുത്തു വീട്ടുകയും പാവങ്ങളുടെ കണ്ണീരപ്പോയും നിരാലംബർക്ക് അവലംബമാവുകയും ദീനിയായ സർവ്വ കാര്യങ്ങളിലും മുൻപന്തിയിൽ നിന്നുകൊണ്ട് നരകത്തെ തൊട്ട് വിദൂരമാക്കപ്പെടാൻ അവസരം കിട്ടിയോ, സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള അവസരം ലഭിച്ചുവോ, ഫഖദ് ഫാസ്, അവൻ വിജയിച്ചവരാണെന്ന് വിശുദ്ധമായ ഖുർആൻ. ഈ ദുനിയാവിൽ അമ്പര ചുംബികളായ മണിമേടകൾ വെച്ചതുകൊണ്ടോ മാളിക സൗധങ്ങൾ പണിതതുകൊണ്ടോ ഒരുപാട് കെട്ടിടങ്ങൾ നീ ഉണ്ടാക്കിയതുകൊണ്ടോ ഒരുപാട് സാമ്പത്തികമാകുന്ന സ്രോതസ്സിൽ നീ ഉന്നതിയിലെത്തിയതുകൊണ്ടോ ഒരു നിലയ്ക്കും നീ വിജയിച്ചവനല്ല. വിജയശ്രീലാളിതൻ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്. ഖുർആന്റെ ഭാഷയാണ്. നരകത്തിൽ നിന്ന് മോചനപത്രം നൽകപ്പെട്ടുവോ, സ്വർഗത്തിൽ കടക്കാൻ അവസരം കിട്ടിയോ, ഫഖദ് ഫാസ്, അവനാണ് വിജയിച്ചവൻ. അല്ലാഹു പറയാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, ദുന്യവിലാണ് നിന്റെ ജീവിതം കൂടുതലുള്ളത്. ഉമ്മാടെ ഉദരത്തിൽ 9 മാസം 10 ദിവസമാണ് ഉണ്ടായിരുന്നത്. ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ, പാലും കൊടുത്ത് വളർത്തലും അവളാണ്. ഇവ 3 കാര്യം ബാപ്പയിൽ ഒഴിവാണ്. ഉമ്മാടെ ഉദരത്തിൽ 9 മാസം 10 ദിവസവും നീ കഴിഞ്ഞു. അതിനേക്കാളൊക്കെ വലിയ ജീവിതം നിനക്കുണ്ടാവുന്നത്, എന്നാൽ കുറഞ്ഞ കാല ജീവിതമായി പരിശുദ്ധ ദീൻ പരിചയപ്പെടുത്തുന്നത് ദുന്യാവാണ്. നിന്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഉണ്ട് എന്ന് നീ ചിന്തിക്കുന്നത് ദുന്യാവാണ്. എന്നാൽ ഏറ്റവും കുറഞ്ഞ ജീവിതമായി അള്ളാഹു പരിചയപ്പെടുത്തുന്നതും ദുന്യാവാണ്. 60-70 വയസ്സ് കാലഘട്ടം, 60-ന്റെയും 70-ന്റെയും ഇടയിലാണ് എന്റെ സമുദായത്തിന്റെ ആയുസ്സെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ കുറഞ്ഞ പരിമിതമായ ആയുസ്, കുറഞ്ഞ കാലഘട്ടമേ ഉള്ളൂ ഇവിടെ. പക്ഷെ നമ്മുടെയൊക്കെ ജീവിത ശൈലിയും നമ്മുടെയൊക്കെ മനസ്സിലെ ചിന്തകളുമൊക്കെ ഒരുപാട് കാലം ജീവിക്കുന്നത് പോലെയാണ്. 1000 കൊല്ലക്കണക്കിന് ജീവിക്കാമെന്ന ചിന്തയിലാണ് സമ്പത്ത് ഒരുമിച്ച് കൂട്ടുന്നത്, വീടുകൾ പണിയുന്നത്, കച്ചവട സ്ഥാപനങ്ങൾ ഉരുക്കൂട്ടുന്നത്, മക്കളെ പഠിപ്പിക്കുന്നത്, വിദ്യാഭ്യാസം കൊടുക്കുന്നത്. എല്ലാത്തിൻ്റെയും പിന്നിൽ നമ്മുടെ മനസ്സിന്റെ ചിന്ത ലക്ഷക്കണക്കിന് കൊല്ലം അല്ലെങ്കിൽ 1000 കൊല്ലക്കണക്കിന് കൊല്ലം ഇവിടെ ജീവിക്കും, ഒരുപാട് ദിവസങ്ങൾ ഇവിടെ ജീവിക്കും എന്ന ചിന്തയാണ്. അല്ലാഹു പറയുന്നു, ദുനിയാവ് വഞ്ചനയുടെ ലോകമാണ്. വമൽ ഹയാത്തു ദുനിയാ ഇല്ലാ മതാഉ. ഈ ഭൗതികമാകുന്ന ലോകം വഞ്ചനയുടെ ലോകമാണ്. ശ്രദ്ധിച്ചുകൊണ്ട് കഴിയണേ എന്ന് പരിശുദ്ധമായ ഖുർആൻ. ശ്രദ്ധിച്ചു മുന്നേറണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരു സെക്കൻഡ് വലിയ വിലപ്പെട്ടതാണ്. അൽ വഖ്തു അൻഫാസുൻ ഇല്ലം തഖതഅഹു ഖതഅക. മഹാന്മാരായ മഹത്തുക്കൾ അവരുടെ കിതാബുകളിൽ കോറിയിട്ട വരികളാണ്. സമയം വളരെ വിലപ്പെട്ടതാണ്. നീ അതിനെ മുറിച്ചു കടന്നില്ലെങ്കിലും നിന്നെ ആ സമയം മുറിച്ചു കടക്കും. നീ നന്മയാർന്ന പ്രവർത്തനങ്ങളുമായി ആ സമയത്തിൽ മുന്നേറിയില്ല, വെറുതെ ഇരുന്നു. അതുകൊണ്ട് സമയം പോകൂല എന്ന് കരുതണ്ട. സമയം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. 10 മണി എന്നുള്ളത് 11 ആകും, 11 എന്നുള്ളത് 12 ആകും. ഓരോ ദിവസം ഇങ്ങനെ പൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് നിന്റെ ജീവിതത്തിൽ നിന്ന് വിലപ്പെട്ട സമയങ്ങൾ.
അതുകൊണ്ട് കിട്ടുന്ന സമയത്തെ നീ ശരിക്കും ഉപയോഗപ്പെടുത്തി. ദുന്യാവ് വഞ്ചനയുടെ ലോകമാണ്, നിന്നെ വഞ്ചിക്കും. കളിയും തമാശയും രസാനുഭൂതികളുമായി ദുന്യാവ് ഇങ്ങനെ മുന്നോട്ട് പോകും. ഇന്നമൽ ഹയാത്തു ദുനിയാ ലഅബുൻ വലഹുൻ വസീനത്തുൻ വതഫാഖുറുൻ ബൈനകും വതകാഫുറുൻ ഫിൽ അംവാലി വൽ ഔലാദ് വതകാഫുറുൻ ഫിൽ അംവാലി വൽ ഔലാദ്. ദുനിയാവ് കളിയും തമാശയുമാണ്, രസാനുഭൂതിയുടെ ലോകമാണ്. സമ്പത്ത് അധികരിക്കുന്നത് കണ്ട് മക്കളും സന്താനങ്ങളും അധികരിക്കുന്നത് കണ്ടുകൊണ്ട് ജനങ്ങൾക്ക് മുന്നിൽ അന്തസ് നടിക്കുന്ന ലോകമാണ്. ഇവിടെ ഇങ്ങനെ അന്തസ് നടിച്ചു, ദുനിയാവിൽ ഇങ്ങനെ പെരുപ്പ്. എനിക്ക് ഒരുപാട് സമ്പത്തുണ്ട്, അങ്ങനെയാണല്ലോ. പ്രായമായി കഴിയുമ്പോൾ മക്കളുടേതാകുന്ന എണ്ണവും അവരുടെ ജോലിയും അവർക്ക് കിട്ടിയ ശമ്പളവും അവരുടെ വാഹനവും അവരുടെ വീടും ഒക്കെ പറഞ്ഞ് വാപ്പമാര് വലിയ ഗമ നടിക്കും. വീടിന്റെ വാതിക്കൽ ഇരുന്നിട്ട് കൂട്ടുകാരൊക്കെ വരുമ്പോൾ എന്റെ മൂത്ത മകൻ ന്യൂസിലാൻഡിലാണ്, ഇളയവൻ UAE വിട്ടിരിക്കുകയാണ്, എന്റെ മകളുണ്ട് MBBS പഠിച്ചിരിക്കുകയാണ്, ഇന്ന സ്ഥലത്താണ് ജോലി, ഇത്ര ലക്ഷം രൂപ സാലറിയാണ്, ശമ്പളമാണ്, ഞങ്ങൾക്ക് ഇന്ന സ്ഥലത്ത് ഇന്ന ബിൽഡിംഗ് പുതിയ തുടങ്ങിയിട്ടുണ്ട്. ഇതിങ്ങനെ പറഞ്ഞ് ഗരിമ നടിക്കുകയാണ് സമൂഹം. പ്രായമായി കഴിയുമ്പോൾ അങ്ങനെയാണ്. മക്കളുടേതാകുന്ന സമ്പത്തിനും അവരുടെ വിദ്യാഭ്യാസത്തിനും ഒക്കെ ഊറ്റം കൊണ്ടുകൊണ്ട് അഭിമാനം പറഞ്ഞ് നിലകൊള്ളും. ദുനിയാവ് അങ്ങനെ പോകുമെന്ന് പരിശുദ്ധ ഖുർആൻ. അത് നഷ്ടപ്പെടുത്തി കളയാൻ പാടില്ല. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന മഹനീയമായ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു, വഹിയ ഖദ്ദാഅത്തുൻ മക്കാറത്തുൻ തയ്യാറത്തുൻ ഫർവാറാ. ദുനിയാവിനെ അതിസുന്ദരിയായ ഒരു പെണ്ണിനോടാണ് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി തങ്ങൾ ഉപമിച്ചത്. നല്ല സുന്ദരിയായ പെണ്ണ്. ഇന്ന ദുനിയാ ഫീ സൂറത്തി ഇംറഅത്തിൻ മലീഹത്തിൻ തസ്തമീലു നാസ ബിജമാലിഹാ. അതിസുന്ദരിയായ പെണ്ണ്, നല്ല തറവാടിത്തൊക്കെയുള്ളൊരു പെണ്ണ് പോലെയാണ് ദുനിയാവ്. ദുനിയാവിനെ പരിചയപ്പെടുത്തുന്നത് നല്ല സുന്ദരിയായ ഒരു പെണ്ണിനോട് ഉപമിക്കുകയാണ്. ആ പെണ്ണ് ജനങ്ങളെ വല്ലാതെ ആകർഷിപ്പിക്കും. അവരുടെ ശരീരത്തിന്റെ ആകാര സൗഷ്ഠവങ്ങളും അംഗലാവണ്യവും കൊണ്ട് ജനങ്ങളെ അവളിലേക്ക് ആകർഷിപ്പിക്കും. ശരിയല്ലേ? ദുനിയാവ് അതിൻ്റെതാകുന്ന ആർഭാടങ്ങളും പാർക്കുകളും മാളുകളും ഒക്കെ കയറിയാൽ മണിക്കൂറുകളെ ചെലവഴിക്കാൻ. മാളുകളിലൊക്കെ കയറി കഴിഞ്ഞാൽ എത്ര സമയമാണ് ചെലവഴിക്കുന്നതെന്ന് അറിയില്ല. എത്ര നേരം വേണമെങ്കിലും ചെലവഴിക്കും. അതിനുള്ളിൽ ചെലവഴിക്കാൻ വിധത്തിൽ സൗകര്യപ്പെടുത്തിയിരിക്കുകയാണ് മാളുകൾ പോലും. ഒരു മാളിൽ കയറിയാൽ അതിനൊന്നും ഒരു ജനാല കാണൂല, ഒരു വിൻഡോസ് കാണൂല. കാരണം അതുകൊണ്ട് പുറത്തേക്ക് നോക്കിയാൽ കാലാവസ്ഥയുടെ വ്യതിയാനങ്ങൾ മനസ്സിലാക്കി ഒരുപക്ഷെ നീ ചാടി ഇറങ്ങാൻ ചാൻസ് ഉണ്ട്. ഒരു മഴ പെയ്യുന്നത് അറിയുന്നില്ല, നല്ല എയർ കണ്ടീഷൻ ഇട്ട് തന്നിരിക്കുകയാണ്. മണിക്കൂറുകളോട് നീ അവിടെ നിന്നുകൊണ്ട് പർച്ചേസ് ചെയ്യും. സമയവും സന്ദർഭവും അറിയില്ല. മാളിൽ എവിടെ കയറിയാലും, ഏത് മാളിൽ കയറിയാലും നിങ്ങൾ നോക്കി അവിടെ ഒന്നും ഒരു ക്ലോക്ക് ഉണ്ടാവൂല, ഒരു വാച്ച് ഉണ്ടാവൂല. വാച്ച് വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും, പക്ഷെ സമയം അറിയിക്കാൻ വേണ്ടി ഒരു വാച്ച് അവിടെ എവിടെ തൂക്കിയിട്ടിട്ടുണ്ടാവൂല. എന്തുകൊണ്ട്? നിന്റെ സമയത്തെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. മണിക്കൂറുകൾ നീ അതിനുള്ളിൽ ചെലവഴിച്ചു പോയി. എത്ര സമയമായി ഇവിടെ ചെലവഴിച്ചത് എന്ന് നീ അറിയരുത്. അറിയാതിരിക്കാനുള്ള കച്ചവടത്തിന്റെ തന്ത്രമാണത്, ബിസിനസ് ട്രിക്കാണ്. സ്ത്രീകളൊക്കെ കയറിയാൽ സുബ്ഹാനല്ലാഹ് മണിക്കൂറുകളാണ് ചെലവഴിക്കുന്നത്. കാണുന്ന സാധനങ്ങളെല്ലാം വാരിക്കൂട്ടുകയാണ്, എല്ലാം വാങ്ങാൻ. ഭർത്താവിന്റെ കയ്യിൽ പൈസ ഉണ്ടോ ഇല്ലേ ഒരു അന്വേഷണം ഇല്ല. എങ്ങനെയെങ്കിലും പൂർണ്ണമായി സാധനങ്ങൾ വാങ്ങാനുള്ള ത്വരയാണ്. വസാലിമാമ തങ്ങൾ പറയുകയാണ്, അതിസുന്ദരിയായ ഒരു പെണ്ണിനെ പോലെയാണ് ദുനിയാവ്. ആ ദുനിയാവിലേക്ക് പെണ്ണിലേക്ക് ശരീരത്തിന്റെ ആകാര സൗഷ്ഠവങ്ങൾ കൊണ്ട് അംഗലാവണ്യം കൊണ്ട് ആകർഷിപ്പിക്കുന്നത് പോലെ ദുനിയാവ് ജനങ്ങളിലേക്ക് ആകർഷണത്വമുള്ളതാക്കും. ജനങ്ങൾ അവരിലേക്ക് ആകർഷിക്കുമെന്നാൽ അറിയണേ മാരകമായ രോഗമുള്ള പെണ്ണാണ്. ഈ ദുന്യാവ്
ഒരു പെണ്ണിനെ പോലെയാണ്. ആ പെണ്ണ് അതിസുന്ദരിയാണ്. അവരുടെ ശരീരത്തിന്റെ ആകാര സൗഷ്ഠവങ്ങൾ കൊണ്ട് നിങ്ങൾ അവളിലേക്ക് ആകർഷിപ്പിക്കും. പക്ഷെ ആ പെണ്ണ് മാരകമായ രോഗത്തിന് അടിമപ്പെട്ട പെണ്ണാണ്, അഥവാ ക്യാൻസർ രോഗിയാണ് ഒരു ഉദാഹരണം, അല്ലെങ്കിൽ എയ്ഡ്സ് ബാധിതയാണ്. അവളുമായി ബന്ധപ്പെടുന്നവരെ തീർച്ചയായും പരിപൂർണമായി നശിപ്പിക്കും. ഇതേപോലെ ദുന്യാവിന്റെ പിറകെ നീ പോയാൽ ദുന്യാവ് നിന്നെ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണ്? വഹിയ ഖദ്ദാഅത്തുൻ മക്കാറത്തുൻ തയ്യാറത്തുൻ ഫറാറാ. ദുനിയാവിന്റെ പിറകെ നീ കൂടിയാൽ നിനക്ക് വിഷമവും ദുഃഖവും പ്രയാസവും ഉണ്ടാകുമ്പോ, അഥവാ നിന്റെ ആത്മാവിനെ പിടിക്കുന്നതായ ഘട്ടം വരുമ്പോ, നിന്റെ റൂഹിനെ പിടിക്കുന്ന ഘട്ടം വരുമ്പോ റബ്ബിന്റെ സഹായമാണ് നിനക്ക് വേണ്ടത്. ആ സമയത്ത് ദുന്യാവ് വാരി പുണർന്നതായ മനുഷ്യ ദുന്യാവിന്റെ സഹായം തേടിയാൽ ഖദ്ദാഅത്തുൻ നിന്നെ ചതിക്കുന്നതാണ്, മക്കാറത്തുൻ നിന്നെ ചതിക്കും, നിന്നെ വഞ്ചിക്കുന്നതാണ്. തീർന്നില്ല. വഹിയ തയ്യാറത്തുൻ ഫറാറാ. നിന്നെ വിട്ട് ഓടുകയും നിന്നെ വിട്ടുകൊണ്ട് പാറിപ്പോവുകയും ചെയ്യുമേ ദുനിയാവ് എന്ന് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി. നിനക്കൊരു പ്രയാസമോ ദുഃഖമോ ബുദ്ധിമുട്ടോ ഉണ്ടാകുമ്പോൾ നിന്നെ സഹായിക്കാൻ ആ ദുനിയാവ് ഉണ്ടാവൂല. നിന്റെ കച്ചവടം ഉണ്ടാവൂല, നിന്റെ മക്കളുണ്ടാവൂല, നിന്റെ കുടുംബം ഉണ്ടാവൂല. ദുനിയാവിന്റെ പിറകെയാണ് അവരെ ഒക്കെ വളർത്തിയത് എങ്കിൽ ഇവരാരും നിന്നെ സഹായിക്കാനുണ്ടാവൂല. നീ ഒരുമിച്ച് കൂട്ടിയ സമ്പത്ത് നിന്നെ സഹായിക്കൂല. നിന്റെ വിശാലമായ വാഹന സൗകര്യങ്ങൾ നിനക്ക് സഹായകമാകൂല. ചില ആളുകളൊക്കെ പഴയ വാഹനങ്ങൾ പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷം കഴിയുന്തോറും വാഹനങ്ങൾ പുതുക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. വാഹനത്തിന് ഒരു തേയ്മാനം ഉണ്ടായിട്ടില്ല. 10,000 കിലോമീറ്റർ പോലും ഓടിയിട്ടുണ്ടാവില്ല, അപ്പോഴേ പുതിയ വാഹനം എടുക്കാൻ. വീട് മോടി പിടിപ്പിക്കാൻ, വീടിന്റെ ഭാഗങ്ങളൊക്കെ വീണ്ടും എക്സ്റ്റൻഷൻ ചെയ്തിട്ട് വീണ്ടും വിശാലമാക്കാൻ, ലക്ഷക്കണക്കിന് രൂപകൾ ഇന്റീരിയർ വർക്കിന് വേണ്ടി ചെലവഴിക്കാൻ, ഭൗതികമാകുന്ന ആഡംബര ആസ്വാദനങ്ങൾക്ക് പെന്നിൽ നിറഞ്ഞു തുള്ളുകയാണ്. കോടിക്കണക്കിന് രൂപ ചെലവഴിക്കാൻ, മക്കളുടെ വിവാഹം വരുമ്പോൾ ധൂർത്തടിക്കാൻ ലക്ഷക്കണക്കിന് രൂപകൾ. അല്ലെ, ഈ അടുത്തിടെ നടന്ന പ്രഹസന കല്യാണങ്ങൾ പരിശോധിക്കുന്ന കേരളത്തിൽ അല്ലാഹു കാക്കുമാറാവട്ടെ. പണമുള്ളവൻ പേക്കോത്തുകൾക്കിന്നടിമയാ, കല്യാണമത് നടമാടുവാനൊരു വേദിയാ. പണമുള്ളവൻ പേക്കൂത്തുകൾക്കിന്നടിമയാ, കല്യാണമത് നടമാടുവാനൊരു വേദിയാ. സദ്യക്ക് സമയം എത്തിയാൽ കേൾക്കുന്നതാ, വിഭവങ്ങളെല്ലാം പലതരം ഇവിടുള്ളതാ. ബിരിയാണി വേണ്ടവർ പോകണേ തെക്കോട്ട്, നെയ്ച്ചോറിനാഗ്രഹമുള്ളവർ വടക്കോട്ട്. വെറും ചോറും കറിയും പ്രഥമനും കിഴക്കോട്ട്, പോകേണ്ടതാണ് കൈ കഴുകുവാൻ താഴോട്ട്. ആർക്കെവിടെയും കടക്കാം, നോക്കാം, രസിക്കാം, സ്ത്രീകൾക്ക് സ്വർഗം തന്നെയായി കണക്കാക്കാം. മാഷാ അല്ലാഹ്, 25 വർഷമായി ദർഗാഉസ്താദ് മരണപ്പെട്ടു പോയിട്ട് അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തുമാറാവട്ടെ. അന്ന് അൽ മവാഹിബുൽ ജലീലയുടെ വരി എഴുതി വെച്ച വരികൾ ഇന്ന് നമ്മളിലേക്ക് നോക്കിയിട്ട് അർത്ഥവത്താം. ഒരു കല്യാണം നടത്താൻ വേണ്ടി ആലോചിക്കുമ്പോൾ തന്നെ വാപ്പ ഏറ്റവും കൂടുതൽ സമ്പന്നനാണ് എങ്കിൽ ആ സമ്പത്ത് മുഴുവനും ആ കല്യാണ പന്തലിൽ കാണിച്ചിരിക്കും. ആർഭാട കല്യാണം. മകളുടെ കല്യാണം വരുമ്പോഴാണ്, മക്കളുടെ കല്യാണം വരുമ്പോഴാണ് തൻ്റെ കയ്യിൽ ഇത്ര സമ്പത്തുണ്ടത് എന്ന് പല പണക്കാരും ജനങ്ങളെ അറിയിക്കുക. അതൊരു പ്രഹസനമാക്കാൻ വലിയ ആർഭാടം. ലക്ഷങ്ങൾ വില വരുന്ന ഓഡിറ്റോറിയങ്ങളുണ്ട് ഇന്ന് കേരളത്തിൽ. 5-10 ലക്ഷങ്ങൾ വില വരുന്ന ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാൻ.
കാരണം എന്റെ മകളുടെ വിവാഹം ഇന്ന ഓഡിറ്റോറിയത്തിൽ നടന്നു എന്നുള്ളത് 4 ആൾ അറിയട്ടെ, 10 പേരുടെ മുന്നിൽ വലിയ ഗരിമ നടിക്കാൻ, സമ്പത്തിന്റെ ഊറ്റം കാണിക്കാൻ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അവിടെ സെക്ഷൻ തിരിക്കാൻ, ബിരിയാണി വേണ്ടവർ തെക്കോട്ട് പൊയ്ക്കോട്ടെ, നെയ്ച്ചോറ് വേണ്ടവർ വടക്കോട്ട്, വെറുംചോറ് അതവിടെ കിഴക്കോട്ട് മാറിയിരിക്കുന്നു. ഇങ്ങനെ മാറിയിരിക്കും. അതാണ് ദർവാസാദ് പറഞ്ഞത്, ബിരിയാണി വേണ്ടവർ പോകണേ തെക്കോട്ട്, നെയ്ച്ചോറിനാഗ്രഹമുള്ളവർ വടക്കോട്ട്, വെറുംചോറും കറിയും പ്രഥമനും കിഴക്കോട്ട്, പോകേണ്ടതാണ് കൈ കഴുകുവാൻ താഴോട്ട്. ഇങ്ങനെ സെക്ഷൻ തിരിക്കാൻ എത്ര വലിയ ആർഭാടങ്ങൾ. ചില ആളുകൾ ബിരിയാണി വേണ്ട ആളുകൾ തന്നെ മാറിപ്പോയി വെറുംചോറിനോടെ പോയി ഇരിക്കുന്നവരുണ്ട്, തെറ്റിപ്പോകും. പിന്നെ അവിടെ പോയി ഇരിക്കുമ്പോൾ പിന്നെ അവർ പറയും കുഴപ്പമില്ല ഇവിടെ തന്നെ മതി എന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് വെറുംചോറ് കഴിച്ച് അങ്ങനെ മനസ്സംതൃപ്തിപ്പെടുത്തുന്നവരുണ്ട്. ഏതായിരുന്നാലും ഇങ്ങനെ ആർഭാടമായി മാറിയിരിക്കുന്നു നമ്മുടെയൊക്കെ കല്യാണം. സമ്പത്തിന്റെ ഊറ്റം കാണിക്കുന്നത് ഇവിടെയൊക്കെയാണ്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. إن قارون من قوم موسى فبغى عليهم ما إن مفاتحه لتنوء بالعصبة أولي القوى. പരിശുദ്ധമായ ഖുർആൻ ലോകം കണ്ട ഏറ്റവും വലിയ ധനികനെ പരിചയപ്പെടുത്തുകയാണ്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലക്കാരനാണ്. സമ്പത്ത് കൊണ്ട് വല്ലാതെ അഹങ്കരിച്ചവന്, മണിക്കൂറുകൾക്കുള്ളിൽ ചെരുപ്പും ഡ്രസ്സും ഒക്കെ മാറിയിരുന്നവൻ, ആർഭാടകരമായി ജീവിതം നയിച്ചിരുന്ന വ്യക്തി. 1 മണിക്കൂറിൽ ഒരു ഡ്രസ്സ് നിശ്ചയിക്കാൻ, 1 മണിക്കൂർ കഴിയുമ്പോൾ ആ ഡ്രസ്സ് മാറ്റിയിരിക്കും. തഫ്സീറുകളിൽ കാണാം, ചെരുപ്പ് മാറ്റിയിരിക്കും. ആർഭാടകരമായ ജീവിതം നയിച്ച വ്യക്തി, സ്വർണം കൊണ്ടുള്ളതാകുന്ന കട്ടിലിന്മേൽ കടന്നിരുന്ന മനുഷ്യൻ, വലിയ സന്തോഷകരമായ ജീവിതം നയിച്ചുകൊണ്ട് പോയവൻ. പക്ഷേ മൂസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ടും അള്ളാഹുവിനെ കൊണ്ടും വിശ്വസിച്ചില്ല, അവിശ്വസിച്ച് നിലകൊണ്ടു. നാട്ടിലുള്ള ചെറുപ്പക്കാരുടെ കൈകളിൽ സ്വർണ്ണ നാണയം കൊടുത്ത് ഇസ്രായേലിലെ പെൺകുട്ടികളെ, സുന്ദരികളാകുന്ന തരുണിമണികളെ ഇഷ്ടമുള്ള രീതിയിൽ ഭോഗിക്കാനുള്ള അവസരം ചെയ്തു കൊടുത്തു. തെമ്മാടിത്തരം കാണിച്ചു, അക്രമം പ്രവർത്തിച്ചു. അല്ലാഹു പറയാൻ, അതുകൊണ്ട് എന്ത് ചെയ്തു? അഹങ്കരിച്ചതാകുന്ന അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെയും അവന്റെ കെട്ടിട സമുച്ചയത്തെയും ഭൂമി പിളർത്തിയിട്ട് അല്ലാഹു താഴ്ത്തിക്കളഞ്ഞു അത്രേ. ഭൂമി പിളർത്തലുകൊണ്ടൊരു ഭൂമി കുലുക്കത്തിലൂടെ അവനെയും അവന്റെ കെട്ടിട സമുച്ചയങ്ങളെയും അല്ലാഹു ഉന്മൂലനം ചെയ്യുകയാണ്. എത്ര വലിയ സമ്പത്തിന്റെ ഉടമയാണ്. വലിയൊരു സമൂഹത്തിന് വഹിക്കാൻ മാത്രമുള്ള നിധി കുംഭാരങ്ങളുടെ ഉടമയായിരുന്നു അത്രേ. ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നു, 72 ഒട്ടകങ്ങൾക്ക് വഹിക്കാൻ മാത്രമുള്ള നിധി കുംഭാരങ്ങളുടെ താക്കോൽ കൂട്ടമുണ്ടായിരുന്നു അത്രേ. 72 ഒട്ടകങ്ങൾക്ക് വഹിക്കാൻ മാത്രമുള്ള നിധികളല്ല, നിധികളുടെ താക്കോൽ കൂട്ടമുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. എന്താ പറയുക, നമുക്കിപ്പോ എത്ര കാശ് കയ്യിലുണ്ട്? മാക്സിമം പോയാൽ 1 ലക്ഷം, 10 ലക്ഷം, 50 ലക്ഷം, 1 കോടി, 2 കോടി ആയിക്കോട്ടെ. അതെല്ലാം കൂടി ഒരു അലമാരിക്കകത്ത് ഒരു ലോക്കറിന്റെ ഭാഗത്ത് വെച്ച് കൂട്ടി താക്കോല് കഴുത്തിട്ടാൽ തീർന്നു. ഒറ്റ താക്കോലും തീരും. അത്രേ ഉള്ളൂ. ഇതെത്രയും പറയുന്നത് 72 ഒട്ടകങ്ങൾക്ക് വഹിക്കാൻ മാത്രമുള്ള നിധി കുംഭാരങ്ങളുടെ താക്കോൽ കൂട്ടം. സുബ്ഹാനല്ലാഹ്. അത്രയാണ് വലുതൊന്ന് ചിന്തിക്കുന്നത്. അത്രയും ധനികനായിരുന്നു ഖാറൂൻ ലഅനത്തുല്ലാഹി അലൈഹി. ഞാൻ പറഞ്ഞത് എന്തിനാ? നമുക്ക് ചില ആളുകളുണ്ട്, ചില ആളുകൾ ഞാൻ വലിയ സമ്പന്നനാണെന്ന് ഗരിമ വെക്കും. നമ്മളൊന്നും ഒരു സമ്പന്നതയുടെ എവിടെയും എത്തിയിട്ടില്ല. അല്ലാഹ് തരുന്നത് വെച്ച് തീർത്തു നോക്കുമ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന ഒന്നുമല്ല. അതാദ്യം മനസ്സിലാക്കി. നമ്മൾ 2 നിലയിൽ ഒരു വീടും വെച്ച് റാഹത്തായി ഫ്രണ്ടിൽ ഒരു ഇന്നോവ ഹൈക്രോസ് ബുക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ട്
നല്ല റാഹത്തായിട്ടൊരു ഊഞ്ഞാലും വാങ്ങിച്ച് അതിൻ്റെ മുന്നിലിരുന്ന് ആടുകയാണ്. വൈകിട്ട് നല്ല മട്ടൻ കുഴിമന്തി ഉണ്ട് കഴിക്കാൻ, നോമ്പ് തുറക്കാൻ, ഞാൻ ഏറ്റവും വലിയ സമ്പന്നനാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇതൊന്നുമല്ല, ഇതിനേക്കാൾ വലിയ സമ്പന്നതയുടെ ആളുകൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. മനസ്സിലാക്കി അള്ളാഹു കൊടുത്തതാണ്, അതാണ് മനസ്സിലാക്കുന്നത്. അഹങ്കരിച്ചപ്പോൾ റബ്ബ് തന്നെ തിരിച്ചെടുത്തു. നാട്ടിൽ തെമ്മാടിത്തരവും ധിക്കാരവും അവർ ആ സമ്പത്ത് കൊണ്ട് കാഴ്ചവെച്ചപ്പോ നാട്ടിലുള്ളതാകുന്ന പാവപ്പെട്ട ചെറുപ്പക്കാരുടെ കൈകളിൽ സ്വർണ്ണനാണയം കൊടുത്തിട്ട് ഇഷ്ടമുള്ള സ്ത്രീകളുമായി, ഇസ്രായേലി പെൺകുട്ടികളുമായി ഭോഗിക്കാൻ വേണ്ടി നിർബന്ധം ചെലുത്തിയപ്പോ അവനെയും അവന്റെ കെട്ടിട സമുച്ചയത്തെയും അള്ളാഹു ഭൂമി പിളർന്ന് താഴ്ത്തിക്കളഞ്ഞു. വിശുദ്ധമായ ഖുർആൻ. മനസ്സിലാക്കുക, അഹങ്കരിച്ച അങ്ങനെയാണ്, എല്ലാം തീരും. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാനും അല്ലാഹുവിന്റെ റസൂലും ഒരു യാത്രയിൽ നടന്നുകൊണ്ട് പോകുമ്പോൾ ഫസ്തഖബലനാ ഉഹദ്, ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോൾ ഉഹദ് പർവ്വതത്തിന്റെ അരികിലൂടെ ഞങ്ങൾ പോവാൻ, ഞങ്ങൾക്ക് മുന്നിൽ ഉഹദ് പർവ്വതം വന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആ ഉഹദിന്റെ താഴ്വാരത്തുകൂടി നടന്നു പോവാൻ. മദീനയിൽ ഉഹദ് മലയുടെ താഴ്വാരത്തുകൂടി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂ ദർ ഗിഫാരി റളിയല്ലാഹു അൻഹു അങ്ങനെ യാത്ര ചെയ്യുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ അബൂ ദർ ഗിഫാരി തങ്ങൾ പറയാൻ എന്നോട് ചോദിച്ചു, യാ അബൂ ദർ, അല്ലയോ അബൂ ദർറേ, നീ ഈ കാണുന്ന പർവ്വതം കാണുന്നുണ്ടോ? എന്റെ മുന്നിൽ നല്ലതുപോലെ കാണാം. ഞങ്ങൾ രണ്ടുപേരും അതിന്റെ ചാരത്തുകൂടിയാണ് പോകുന്നത്. വലിയ പർവ്വതമാണ് അബൂ ദർ. അബൂ ദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുന്നു, വലിയ പർവ്വതം എനിക്ക് നല്ലതുപോലെ കാണാം, ഉഹദ് മല. നബി തങ്ങൾ അങ്ങനെ ചോദിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായി എന്തോ ഗൗരവമുള്ള വിഷയം പറയാൻ എന്റെ ശ്രദ്ധ അങ്ങോട്ട് ക്ഷണിക്കുകയാണ്. ഞാൻ പറഞ്ഞു, നബിയെ കാണുന്നുണ്ട്, ഈ കാണുന്ന ഉഹദ് മലയല്ലേ, നല്ലതുപോലെ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ ഉഹദ് മലയോളം അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് സ്വർണം നൽകുകയും ഈ ഉഹദ് മല മുഴുവനും എനിക്ക് സ്വർണമാക്കി നൽകുകയും അത് കേവലം 2 ദിവസം കൊണ്ട് അടിച്ചു പൊളിക്കാനുള്ള അവസരം, ചെലവഴിക്കാനുള്ള അവസരം എനിക്ക് നൽകിയാലും എനിക്ക് ഈ ദുനിയാവിൽ അതിന് വലിയ സന്തോഷമില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സമ്പത്ത് കിട്ടുന്നതിൽ എനിക്ക് വലിയ താല്പര്യമില്ല. നബി മുഹമ്മദ് മുസ്തഫ 6 കിലോമീറ്ററോളം ദൂരമുള്ളതാകുന്ന ഉഹദ് മല, വിശാലമായി നീണ്ടുകിടക്കുന്ന ഉഹദ് മല മുഴുവനും സ്വർണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകിയാലും അത് 2 ദിവസം കൊണ്ട് ചെലവഴിക്കാനുള്ള അവസരം തന്നാൽ പോലും എനിക്ക് സന്തോഷം വരില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്ന് പറഞ്ഞാൽ ദുന്യാവിനോട് എനിക്ക് അമിതമായ ഭ്രമമില്ല എന്നർത്ഥം. അതിനോടല്ല എനിക്ക് താല്പര്യം. ഈ ദുന്യാവിനോട് ആഖിറം നേടിയെടുക്കണം, അതാണ് ലക്ഷ്യം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദര സഹോദരിമാരെ, നമ്മുടെ ലക്ഷ്യവും അതാവണം. ആഖിറം നേടിയെടുക്കാൻ ഈ സദസ്സ് ഉപകാരപ്രദമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ സമ്പത്തും നമ്മുടെ മക്കളും നമ്മുടെ സന്താനങ്ങളും നമ്മുടെ ഭാര്യയും നമ്മുടെ ഭർത്താവും നമ്മുടെ കുടുംബവും നമ്മുടെ കുടുംബ പശ്ചാത്തലവും ഇന്നുള്ള ഇബാദത്തുകളും ഒക്കെ ആഖിറം നേടിയെടുക്കാൻ ഉപയുക്തമാണോ ചിന്തിക്കൽ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മഹാന്മാരായ ആളുകൾ അവരുടെ സമയങ്ങളെ വളരെയേറെ വിലപ്പെട്ടതായി കണ്ടിരുന്നു. ഒരു സെക്കൻഡ് പോലും കളയില്ല. ബഹുദരാകുന്ന തഴവ ഉസ്താദിന്റെ രീതികളെ കുറിച്ച് പറഞ്ഞല്ലോ. മുൻകഴിഞ്ഞു പോയ മഹാന്മാരാകുന്ന സൂഫിയാക്കളാകുന്ന മഹത്തുക്കൾ, ബഹുദരാകുന്ന കണ്ണിയത്ത് ഉസ്താദ് അടക്കമുള്ള മഹാന്മാർ, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, മഹാന്മാരുമായിട്ടുള്ള ആത്മീയമായ ബന്ധമാണ്. അവരാണ് അന്നത്തെ അവരുടെ കൂട്ടുകാർ, സമപ്രായക്കാർ. അവരുമായിട്ടാണ് വലിയ ബന്ധം. അതുകൊണ്ട് തന്നെ ആ ബന്ധം നിലനിർത്തി ഒരുപാട് ഇജാസത്തുകൾ വാങ്ങുകയും അതനുസരിച്ചുകൊണ്ട് ചിട്ടയായ ജീവിതം നയിക്കുകയും ചെയ്തു. വഫാത്തിനടുക്കുന്ന സമയങ്ങളിൽ ആലിമീങ്ങൾ കാണാൻ വന്നാൽ 3 മിനിറ്റ് അല്ലാതെ അനുവദിക്കില്ല. 3 മിനിറ്റേ ഉള്ളൂ ആലിമീങ്ങൾക്ക് സമയം അനുവദിച്ചിരുന്നുള്ളൂ. ഉസ്താദുമാർ, ഉസ്താദാണോ കയറുമ്പോൾ തന്നെ ഖാദിമ പറയും 3 മിനിറ്റ് കൂടുതൽ സംസാരിക്കരുത്. 3 മിനിറ്റ് ആകുമ്പോൾ അവരെഴുന്നേൽക്കുകയും ചെയ്യും. സാധാരണക്കാരാണെങ്കിൽ 2 മിനിറ്റ് അങ്ങേയറ്റം പോയാൽ 1 മിനിറ്റ് കൊണ്ട് തീർക്കുക, 1 മിനിറ്റിന് ദുആ ചെയ്തു തരും. 2 മിനിറ്റിനപ്പുറത്തേക്കില്ല.
അത് തന്നെ സമയം നിർണയിച്ചിരിക്കുകയാണ്. ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ ദിവസത്തിൽ, ഒന്നല്ലെങ്കിൽ അസറിന് ശേഷം 1 മണിക്കൂർ സമയം, അത് കഴിഞ്ഞാൽ പിന്നെ ബാബ് ക്ലോസാണ്. ഒരു മനുഷ്യനെ അടുപ്പിക്കൂല. കാരണം അവരോട് ആലിമീങ്ങളാകുമ്പോൾ 3 മിനിറ്റ് കൊടുക്കുന്നത് തീരെയായ കാര്യങ്ങളായിരിക്കും, വിവരമില്ലായ്മ പറയൂല. അതുകൊണ്ട് കേട്ടിരിക്കുക, അവരുടെ കാര്യങ്ങൾ സംസാരിക്കും, ഇൽമുമായി ബന്ധപ്പെട്ട ചർച്ച. സാധാരണക്കാർ മാക്സിമം പോയാൽ 2 മിനിറ്റ്, അതിനപ്പുറത്തേക്ക് ആർക്കും കൊടുക്കൂല. എത്ര വലിയ ധനികനാന്ന് പറഞ്ഞാലും, എത്ര വലിയ ഉന്നത വ്യക്തിത്വമാണെന്ന് പറഞ്ഞാലും മാക്സിമം പോയ 2 മിനിറ്റ്. അവസാനത്തെ 1 വർഷത്തെ ജീവിതം ആ രീതിയിലായിരുന്നു ക്രമപ്പെടുത്തിയിരുന്നത്. ഖബർ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരുന്നു. നിങ്ങൾ ഇന്നും വരും കൊല്ലം ജില്ലയിലെ തഴവ എന്ന് പറയുന്ന ഗ്രാമത്തിൽ അദ്ദേഹത്തിന്റെ ഖബർസ്ഥാനം കാണാം. നേരത്തെ തന്നെ ഖബർ ഷരീഫ് റെഡിയാക്കി വെച്ചിരിക്കാൻ, സ്വന്തമായി ഭൂമി വാങ്ങി അത് പള്ളി അതിലുണ്ടാക്കി, അവസാനം അത് ആ ഖബർ ഒഴിച്ച് ബാക്കിയുള്ള സ്ഥലങ്ങൾ പള്ളിക്ക് വേണ്ടി വഖഫ് ചെയ്ത് ഒരു കമ്മിറ്റിയെ തീരുമാനിപ്പിച്ചുകൊണ്ട് അവർക്ക് കൈമാറി. മാഷാ അല്ലാഹ്, ഖബർ തീർക്കാൻ വേണ്ടി അദ്ദേഹം മെറ്റിലിറക്കി സ്ലാബ് പറക്കും. ഞങ്ങളവിടെ സ്ലാബ് എന്ന് പറയും, സ്ലാബിടും ഖബറിന്റെ മുകളിൽ. ഇവിടെ എങ്ങനെയാണ്? മുകളിൽ എന്താണ്? പലകയാണ്, സ്ലാബ് തന്നെ. അപ്പൊ സ്ലാബ് പറക്കുന്നതിന് വേണ്ടി മെറ്റിലും അതുപോലെ തന്നെ അതിന്റെ സിമെന്റും മണലും ഒക്കെ ഇറക്കി ഓരോ മെറ്റിലും 33 ഖുൽ ഹുവല്ലാഹ് വീതം ഊതി മാറ്റിയിടുക. ആ വാർക്കുന്ന ഓരോ മെറ്റിലും ഒരു മെറ്റിൽ കഷണത്തിൽ 33 സൂറത്തുൽ ഇഖ്ലാസ് ഊതി മാറ്റിയിടുക. മരണത്തിന് വേണ്ടി തയ്യാറാകുകയാണ് സഹോദരങ്ങൾ. അങ്ങനെ സ്ലാബ് പണിയാണ്. അവസാനം ഭാര്യയോട് പറഞ്ഞു, നിനക്കും വേണമെങ്കിൽ ഇതാ മെറ്റിലിറക്കിട്ട് കൊടുത്തു, ഊതിക്കോണം പറഞ്ഞു. അവരും അതേപോലെ ഊതി മാറ്റിയിട്ടു. മണലിലും മെറ്റിലും സിമെന്റിലും ആ സ്ലാബ് വറക്കുന്ന എല്ലാത്തിനും അതേപോലെ ചെയ്ത് ഓരോ സൈഡിൽ കിട്ടുന്ന കട്ടയിൽ വരെ ഊതി 33 സൂറത്തുൽ ഇഖ്ലാസ് വീതം ഊതി ഖുർആൻ കൊണ്ട് കാവലേർപ്പെടുത്തിയിട്ടാണ് അവർ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയത്. അതേ സ്ലാബ് കൊണ്ട് തന്നെയാണ് അവർ ഇരുവരെയും ഖബറടക്കം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അള്ളാഹു അവരുടെ ദറജ ഉയർത്തുമാറാവട്ടെ. അവർ മാത്രമല്ല, കേരളത്തിൽ ഒരുപാട് സമ്പന്നതരായ ആലിമീങ്ങൾ ആ രീതിയിൽ ചെയ്തവരുണ്ട്. ഞാനിത് പറഞ്ഞത് മരണത്തിന് വേണ്ടി ഒരുങ്ങി തയ്യാറായ വിഭാഗമാണവർ, ബോധമുള്ളവരാണ്. നമ്മൾ ആ കൂട്ടത്തിലില്ല എന്നുള്ളതാണ്. നമ്മളിപ്പോഴും ഇങ്ങനെ ജീവിക്കാൻ, അടുത്ത സെക്കൻഡിൽ മരിക്കുമെന്നുള്ള ഒരു ചിന്തയില്ല. ഇന്ന് നമ്മളിൽ നിന്ന് പ്രായമായ ഹംസാക്ക മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിന്റെ ഖബറടക്കാൻ പോകുമ്പോഴും ഖബറടക്കുമ്പോഴും അദ്ദേഹത്തെ പോയി ഖബറടക്കി തിരിച്ചു വരുമ്പോഴും നമ്മുടെ ചിന്ത അടുത്ത സെക്കൻഡിൽ ഞാൻ മരിക്കുമെന്നുള്ള ചിന്ത നമുക്കില്ല. അതാണ് വസ്തുത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്യും, നിങ്ങൾക്ക് ആഖിറത്തെ കുറിച്ചുള്ള ഓർമ്മ വരും. സഹോദരങ്ങളെ, നമ്മളിൽ എവിടെയാണ് ഓർമ്മ വരുന്നത്? ഖബറിന്റെ സമീപത്ത് പോയി സെൽഫി എടുക്കുന്ന യുഗത്തിലേക്ക് ഇന്നത്തെ തലമുറ മാറിയില്ലേ? മരിച്ചു കിടക്കുന്നവന്റെ ജനാസയുടെ മുന്നിൽ വെച്ചുകൊണ്ട് പോലും ലൈവ് ചെയ്യുന്ന യുഗത്തിലേക്ക് ഇന്നത്തെ തലമുറ മാറിയില്ലേ? ഒരു ശ്രദ്ധയുമില്ല, ആഖിറത്തെ പറ്റി ഒരു ചിന്തയുമില്ലാത്തവരായി നമ്മൾ മാറി. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ, അള്ളാഹു നമ്മളെ നന്നാക്കി തരുമാറാവട്ടെ. ചിന്തിക്കണം, ആരാണ് മരിക്കാത്തത്? കേരളത്തെ നടുക്കിയ ഹാസ്യ നടൻ ഇന്നലെ മരണപ്പെട്ടു പോയി, ഇന്നസെന്റ് എന്ന വ്യക്തി. അദ്ദേഹത്തിന്റെ മയ്യത്ത് മുന്നിൽ വെച്ചുകൊണ്ട് കണ്ടിട്ട് തിരിച്ചു വരുമ്പോ മറ്റൊരു കലാകാരനാകുന്ന സലീം കുമാർ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞത് ചാനലിൽ മുഴുവനും വലിയ ചർച്ചയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നില്ല ഇന്നസെന്റ് ചേട്ടൻ മരിച്ചു എന്നുള്ളത്. ഇന്നസെന്റ് എന്ന് പറയുന്ന ഈ വ്യക്തി, അദ്ദേഹം ഏതോ ഒരു ലൊക്കേഷനിലേക്ക് ഷൂട്ടിങ്ങിന് പോയതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഷൂട്ടിങ്ങിന്റെ ലൊക്കേഷനിൽ ദൂരെ ഏതോ ഒരു സ്ഥലത്തേക്ക് പോയേക്കാൾ മരിച്ചു എന്നത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്, വേറൊരു ഭാഷയിൽ പറയുന്നു എന്ന് മാത്രം. ദൂരെ ഏതോ ഒരു ഷൂട്ടിങ്ങിന്റെ ലൊക്കേഷനിൽ പോയേക്കാൾ അവിടെ എനിക്കുമുണ്ട് ഷൂട്ടിങ്, ആ സ്ഥലത്തേക്ക് എന്റെ ഡേറ്റ് എത്തുമ്പോൾ എനിക്കും പോകേണ്ടി വരും എന്ന തിരിച്ചറിവാണ് എനിക്കുള്ളത് എന്ന് അദ്ദേഹം പറയാം. കാരണം അദ്ദേഹവും മാരകമാകുന്ന ക്യാൻസർ രോഗത്തിന് അടിമപ്പെട്ട വ്യക്തിയാണ്. ഏത് സെക്കൻഡിലും ആരെയും മാറ്റി വിളിക്കാം. അവിടെ വന്നുകൊണ്ട് കരയുന്ന നടന്മാരും നടിമാരുടെയും ഒക്കെ മനസ്സ് കുലുങ്ങിയിട്ടുണ്ട്. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ മരിക്കുമെന്നുള്ള ചിന്ത അവരുടെ മനസ്സിൽ വല്ലാതെ പിടിച്ചുലയ്ക്കുന്നുണ്ട്. എറണാകുളത്ത് ബ്രഹ്മപുരം എന്ന് പറയുന്ന സ്ഥലത്ത് ഈ അടുത്ത് വലിയ തീപിടുത്തമുണ്ടായി. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂട്ടിയിട്ട സ്ഥലത്ത് ചൂടിന്റെ ആഘാതത്താൽ തീപിടുത്തമുണ്ടായി. 2 ആഴ്ചയോളം നിരന്തരമായി കത്തിപ്പടർന്നു. സർക്കാരിന് 100 കോടി രൂപ ഗവൺമെന്റിന് പിഴയിടാൻ വേണ്ടി കൽപ്പിച്ചു. കോടതി പിഴ വന്നു, കണ്ടില്ലേ? 100 കോടി രൂപ. അതുകൊണ്ടാണ് ഇപ്പൊ ഗവൺമെന്റ് എന്ത് ചുമത്തിയിരിക്കുന്നത്? 1000 കോടി ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കണമെന്ന് പറഞ്ഞ് MPDയെ ചുമതലപ്പെടുത്തിയിരിക്കുക.
100 കോടി രൂപ ഗവൺമെന്റിന് കൊടുത്തപ്പോൾ ഗവൺമെന്റ് 1000 കോടി ജനങ്ങളിൽ നിന്ന് എങ്ങനെയെങ്കിലും വാഹന സംബന്ധമായ പരിപാടികളിൽ എങ്ങനെയെങ്കിലും ജനങ്ങളിൽ നിന്ന് തിരിച്ചു പിടിക്കണമെന്ന ചിന്തയിലാണ് ഇപ്പൊ ഗവൺമെന്റ് നിൽക്കുന്നത്. ഏതുമായിക്കോട്ടെ, അവിടെ ആ തീപിടുത്തമുണ്ടായപ്പോ വലിയൊരു സിനിമാ നടൻ, കേരളത്തിലെ എറണാകുളത്ത് താമസിക്കുന്നതായ മുഹമ്മദ് കുട്ടി എന്നറിയപ്പെടുന്ന സിനിമാ നടൻ, അദ്ദേഹം ഇവിടുന്ന് വിട്ടു, വയനാട്ടിൽ പോയി, ലൊക്കേഷനിൽ പോയി. ചാനൽ വന്ന ചർച്ചയാണ്, നാട്ടിലേക്ക് തിരിച്ചു വന്നു. 70 വയസ്സ് കഴിഞ്ഞ വ്യക്തിയാണ്, സൗന്ദര്യം ഭയങ്കരമായി ശ്രദ്ധിക്കുന്ന വ്യക്തിയാണ്, ആരോഗ്യം ഭയങ്കരമായി ശ്രദ്ധിക്കുന്ന വ്യക്തിയാണ്, മരണത്തെ നല്ലതുപോലെ ഭയക്കുന്ന വ്യക്തിയാണ്. നാട്ടിൽ ഇവിടെ വന്നപ്പോൾ പുക, വല്ലാതെ പുക. ഉടനെ തന്നെ ഗവൺമെന്റിനെ 2 ചീത്ത വിളിച്ചിട്ട് തിരിച്ചുപോയി. വീണ്ടും അദ്ദേഹം ദുബായിലേക്ക് പോയി. നോക്കൂ നിങ്ങൾ, ഒരു സെക്കൻഡ് പോലും ശ്വാസം നേരെ ചൊവ്വിടാൻ പ്രയാസപ്പെടുകയാണ്. കൊച്ചിയിലെ ജനങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ടി, പ്രയാസപ്പെട്ടു. നിങ്ങൾ ചിന്തിക്കണം, മനസ്സിലാക്കേണ്ട വിഷയം. കാരണം ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ വന്ന് മരണത്തിലേക്ക് തന്നെ എത്തിക്കുമെന്നുള്ള ചിന്തയാണ്. താൻ ഇത്രത്തോളം കാത്തു സൂക്ഷിക്കുന്ന ആരോഗ്യം ഒരു സെക്കൻഡ് കൊണ്ട് അത് ഇല്ലാതായി മരണത്തെ ഭയന്നുകൊണ്ട് അദ്ദേഹം ഓടുകയാണ്. അന്ന് പറയുന്നു, നിങ്ങൾ എവിടെ പോയാലും ഐനമാ തകൂനു യുദ്രിക്കുൽ മൗതു വലൗ കുൻതും ഫീ ബുറൂജിൻ വശയ്യദ, അതിശക്തമായ ഇരുമ്പടിക്കുള്ളിൽ അധിവസിച്ചാലും. ഇവിടുന്ന് പോയത് ദുബൈയിലെ ബുർജ് ഖലീഫയിലേക്കാണ്. അള്ളാഹ് പറയുന്നത് തന്നെയാണ്, വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ, അതിശക്തമായ ഇരുമ്പടിക്കുള്ളിൽ അധിവസിച്ചാലും മരണം നിന്നെ പിടികൂടുക തന്നെ ചെയ്യും. എവിടെയായിരുന്നാലും മരിക്കും, അത് ഉറപ്പിച്ചോ. ഏത് വ്യക്തിയും മരിക്കും. ഇവിടെ ഫിർഔൻ മരിച്ചു, ഹാമാൻ മരിച്ചു, ഖാറൂൻ മരിച്ചു എന്ന് വേണ്ട, ഏകാധിപത്യത്തിന്റെ സ്വേച്ഛാധിപത്യത്തിന്റെ ഭരണം നടത്തിയിരുന്നതായ നമ്രൂദ് മരണപ്പെട്ടു പോയി. എല്ലാ തെമ്മാടികളും എല്ലാ റൗഡികളും ഇവിടെ മരിച്ചിട്ടുണ്ട്. ഒരാൾ പോലും മരണത്തെ പുൽകാതില്ല. അതുകൊണ്ട് ആഖിറം സുരക്ഷിതമാക്കി സ്വർഗം നമുക്ക് ലഭിക്കണം, നരകത്തിൽ നിന്ന് മോചനം കിട്ടണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയ്. എല്ലാവരും ചൊല്ലിക്ക് 3 വട്ടം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. اللهم ارحمنا يا ارحم الراحمين. اللهم ارحمنا يا ارحم الراحمين. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. നിങ്ങൾ ചിന്തിച്ചോ, ഈ ദുആയിൽ നമ്മൾ ഇപ്പൊ ചെല്ലിയതിനകത്ത് എന്തുണ്ട്? സ്വർഗം ചോദിക്കലും നരകത്തെ തൊട്ടുള്ള കാവലുമുണ്ട്. അതിനാണ് അത് ചെല്ലിച്ചത്. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശാലമായ പരിശുദ്ധമായ ശഅബാനിന് മുമ്പ് പ്രഭാഷണം നടത്തിയത് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം. പരിശുദ്ധമായ ശഅബാനിന്റെ അവസാന വാരം അല്ലാഹുവിന്റെ റസൂൽ തങ്ങൾക്ക് പ്രഭാഷണം നടത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് മുമ്പിൽ മനോഹരമായ മാസം കടന്നു വരുന്നുണ്ട്. ശഹ്റുൻ മുബാറകുൻ ശഹ്റുൻ ഫീഹി ലൈലത്തുൽ ഖദർ അല്ലതീ ഹിയ ഖൈറുൻ മിൻ അൽഫി ശഹ്ർ. ശഹ്റുൻ ജഅലല്ലാഹു സിയാമഹു ഫരീളാ വഖിയാമ ലൈലിഹി തതവ്വുആ. من تقرب فيه بخصلة كان كمن أدى فريضة فيما سواه ومن أدى فريضة فيه كان كمن أدى 70 فريضة فيما سواه. وهو الشهر الصبر والصبر ثوابه الجنة وشهر المواساة وشهر يزاد فيه رزق المؤمن. തങ്ങൾ വിശുദ്ധ റമളാനിനെ കുറിച്ച് മഹത്വവൽക്കരിച്ചുകൊണ്ട് പ്രവാചകൻ പറയുകയാണ്, ഇത് ക്ഷമയുടെ മാസമാണ്. ഇത് പരസ്പരം സാഹോദര്യം പുലർത്തിക്കൊണ്ട് വിഷമങ്ങളും പ്രയാസങ്ങളും ജനങ്ങളുടെ തീർത്തു കൊടുക്കേണ്ട മാസമാണ്. പട്ടിണി കിടക്കേണ്ടവരുടെ പട്ടിണി മാറ്റേണ്ട മാസമാണ്. ദുരിതത്തിൽ കഴിയുന്നവന്റെ ദുരിതങ്ങൾ അകറ്റേണ്ടതായ മാസമാണ്. ഈ
ഈ മാസം നിങ്ങൾ ശ്രദ്ധിക്കും, ഇത് വളരെ പുണ്യമായ മാസമാണ്. ഒരു ചെറിയ നന്മ ചെയ്താൽ ഒരു ഫർദിന്റെ പ്രതിഫലം, ഒരു ഫർദ് അനുഷ്ഠിച്ചാൽ 70 ഫർദുകളുടെ പ്രതിഫലം. നിന്റെ ഇഖ്ലാസിന്റെ വലിപ്പമനുസരിച്ച് അതിനേക്കാൾ കൂടുതലും ലഭിക്കും. 700, 7000, 70,000, 7 ലക്ഷവും 7 കോടിയും ഒക്കെ ആയി ഉയർത്താൻ അള്ളാഹ്ക്ക് സാധിക്കും. നമ്മുടെ ഇഖ്ലാസ് പോലെയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരു സുന്നത്ത് ചെയ്താൽ ഒരു ഫർദ് പ്രവർത്തിച്ചാൽ 70 ഫർദിന്റെ പ്രതിഫലം. ഇതെല്ലാം നബിതങ്ങൾ പറഞ്ഞിട്ട് പറഞ്ഞു, 4 കാര്യങ്ങൾ നിങ്ങൾ ഈ വിശുദ്ധ റമദാനിൽ അധികരിപ്പിക്കണം. 4 കാര്യങ്ങൾ ഈ വിശുദ്ധമായ റമദാനിൽ നിങ്ങൾ അധികരിപ്പിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ചെല്ലിയാ പോരാ, അധികരിപ്പിക്കണം. നിങ്ങൾ അധികരിക്കണം, ഒരുപാട് ചെല്ലണം നടത്തും. 4 കാര്യങ്ങൾ നിങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം റമദാൻ മുഴുവനും. ഫർദ് നമസ്കാരങ്ങൾക്ക് പിന്നിൽ, സുന്നത്ത് നമസ്കാരങ്ങൾക്ക് പിന്നിൽ, നിന്റെ എല്ലാ നല്ല സുഹൃതങ്ങൾക്ക് പിന്നിലും നീ ചോദിച്ചുകൊണ്ടേയിരിക്കണം 4 കാര്യങ്ങൾ. 2 കാര്യങ്ങൾ റസൂലുള്ളാഹി പറയുകയാണ്, ആ 2 കാര്യങ്ങൾ കൊണ്ട് റബ്ബിന്റെ സമ്പത്ത് നിങ്ങൾക്ക് കരഗതമാക്കാൻ പറ്റും. 4 കാര്യങ്ങളിൽ 2 നിങ്ങൾ ചോദിച്ചാൽ റബ്ബിന്റെ പൊരുത്തം കിട്ടും. ഏതാണത്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്. ഈ 2 കാര്യങ്ങൾ. ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവിനോട് ഞാൻ പാപമോചനത്തിന് വർത്തിക്കുന്നു. ഈ 2 കാര്യങ്ങളും അധികരിപ്പിച്ചാൽ റബ്ബിന്റെ പൊരുത്തം കിട്ടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചാൽ കിട്ടുന്ന നേട്ടം ധാരാളമാണ്. ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അതിശക്തമായ കാരുണ്യത്തിന്റെ മഴ അല്ലാഹു വർഷിപ്പിച്ചു നൽകും. മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് സാലിഹായ മക്കളെ അല്ലാഹു നൽകും. സമ്പത്ത് അധികരിക്കാൻ കൊതിക്കുന്നവർക്ക് സമ്പത്ത് അധികരിപ്പിക്കും. നിങ്ങൾക്ക് സ്വർഗീയമാകുന്ന അരുവികളും പൂന്തോട്ടങ്ങളും ആസ്വാദനങ്ങളും അല്ലാഹു നിങ്ങൾക്ക് നൽകും. ഖുർആനാണ്, ഓതി പറയാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയുംദിറുക്കും ബിഅംവാലിൻ വബനീൻ വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറാ. പാപങ്ങൾ പുറപ്പിച്ചു കിട്ടും, കാരുണ്യത്തിന്റെ മഴ വർഷിച്ച് നൽകും. ഇവിടെ മഴ പെയ്തോ? ഇന്ന് മഴ പെയ്താ? ഇല്ല. ഞാനിന്ന് രാവിലെ പെരിന്തൽമണ്ണയിൽ നിന്ന് വരുമ്പോൾ പെരുമഴയാണ്, നല്ല റാഹത്തായിട്ടുള്ള മഴ. ഇവിടുത്തെ എത്രയുണ്ട് കിലോമീറ്റർ? ഇവിടെ മഴ പെയ്യുന്നില്ല. ഇസ്തിഗ്ഫാർ ചെല്ലണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കാരുണ്യത്തിന്റെ മഴ അല്ലാഹു വർഷിച്ചു നൽകും. അല്ലാഹു പറഞ്ഞതാണ്, ഖുർആനും ഹദീസും അല്ലാതെ വേറെ ഒന്നുകൂടെ ഓതിയിട്ടില്ല. ശരിക്കും ശ്രദ്ധിക്കണം. ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ. നിങ്ങൾക്ക് അതിശക്തമാകുന്ന കാരുണ്യത്തിന്റെ മഴയെ, കുത്തിച്ചൊരിയുന്ന മഴയെ അല്ലാഹു വർഷിച്ചു നൽകുന്നതാണ്. നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് അധികരിപ്പിക്കുന്നതാണ്, സന്താനങ്ങളെ അധികരിപ്പിക്കുന്നതാണ്. വയജഅൽ ലക്കും ജന്നാത്ത് വയജഅൽ ലക്കും അൻഹാറാ. സ്വർഗീയമാകുന്ന അരുവികളും സ്വർഗീയ പൂന്തോപ്പുകളും അല്ലാഹു നിങ്ങൾക്ക് നൽകുമത്രേ. സുബ്ഹാനല്ലാഹ്. എന്ത് ചൊല്ലിയാൽ അസ്തഗ്ഫിറുല്ലാഹൽ അദീം ചൊല്ലിയാൽ, ഇസ്തിഗ്ഫാർ ഇത്രയും കിട്ടും. പാപം പുറത്ത് കിട്ടും. പിന്നെ നല്ല കാരുണ്യത്തിന്റെ മഴ വർഷിച്ചു നൽകും. വയുംദിദുക്കും ബി അംവാലിൻ, സമ്പത്ത് അധികരിപ്പിക്കും. പൈസ വേണം, അതാണ് മുഖ്യം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പൈസ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അസ്തഗ്ഫിറുല്ലാഹൽ അദീം അധികരിപ്പിക്കണം. വബനീന, മക്കളില്ലാതെ വിഷമിക്കുന്നവർ ഇസ്തിഗ്ഫാർ മുറുകെ പിടിക്കണം. അല്ലാഹു പറയാൻ
സ്വർഗീയ അരുവികളും ആസ്വാദനങ്ങളും കിട്ടും. ചുരുക്കി പറഞ്ഞാൽ 7 മർമ്മപ്രധാനമായ നിഅമത്തുകൾ കിട്ടാൻ കാരണമാണ് എന്ത്? ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ പരിശുദ്ധമായ റമദാനിൽ ദിക്റിലൂടെ അല്ലാഹു ഫിറ്റ് ചെയ്തു തന്നിട്ടുള്ളത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമുക്ക് ഫിറ്റ് ചെയ്തിരിക്കാൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും, അസ്തഗ്ഫിറുല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ 2 കാര്യങ്ങൾ മുറുകെ പിടിച്ചാൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് റമദാനിൽ അധികരിപ്പിച്ചാൽ എന്ത് കിട്ടും? തുറൂന ബിഹിമാ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിന്റെ പൊരുത്തം കിട്ടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റബ്ബിന്റെ പൊരുത്തമാണ് ഏറ്റവും വലുത്. വരിദ്വാനും മിനല്ലാഹി അക്ബർ, അല്ലാഹുവിന്റെ പൊരുത്തമാണ് ഏറ്റവും വലുതെന്ന് വിശുദ്ധമായ ഖുർആൻ റബ്ബിന്റെ പൊരുത്തം കിട്ടാൻ കാരണമായി തീരും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്നാൽ 2 കാര്യങ്ങൾ, ലാസ്റ്റ് പറയുന്ന 2 കാര്യങ്ങൾ, സ്വർഗം ചോദിക്കലും നരകത്തെ തൊട്ടുള്ള കാവൽ തേടലും. അത് ചോദിക്കാതിരിക്കാൻ പറ്റൂല, അത് ചോദിച്ചേ പറ്റൂ. അല്ലാഹു പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന ഓർമ്മപ്പെടുത്താൻ, അത് നിങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ നിർബന്ധമായും ഒഴിച്ചുകൂടാൻ പറ്റാത്ത 2 കാര്യങ്ങളാണ്. ഒന്ന് സ്വർഗം ചോദിക്കലും, മറ്റൊന്ന് നരകത്തെ തൊട്ടുള്ള കാവൽ തേടലുമെന്ന് പരിശുദ്ധ തിരുനബി മുഹമ്മദ് മുസ്തഫ. അതാണ് നമ്മൾ ചെല്ലുന്നത്. എന്ത്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലിക്കല്ലവരും. അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്ന, അല്ലാഹുവേ നിന്നോട് സ്വർഗ്ഗത്തെ ചോദിക്കുന്നു. വഅഊദു ബിക മിനന്നാർ, നരകത്തെ തൊട്ട് നിന്നോട് കാവൽ തേടുന്നു അല്ലാഹ്. സ്വർഗം ചോദിക്കുക, നരകത്തെ തൊട്ടുള്ള കാവൽ തേടുക. ഏറ്റവും ശ്രേഷ്ഠമായ മാസമാണ് ഏത്? റമദാൻ അല്ലേ? ആ റമദാനിലാണ് ഖുർആൻ ഇറക്കപ്പെട്ടത്. ലൈലത്തുൽ ഖദ്റിലാണ് അവതീർണമായത്. റമദാനെ അല്ലാഹു മഹത്വവൽക്കരിക്കാൻ വളരെ ശ്രദ്ധിക്കണേ, മനസ്സിലാക്കണേ. ഈ റമദാനിൽ എല്ലാ സമയങ്ങളിലും ദുആ ചെയ്താൽ എന്തുണ്ട്? ഇജാബത്തുണ്ട്. وإن لكل مسلم دعوة مستجابة في كل يوم وليلة صدق رسول الله. റമദാനിന്റെ എല്ലാ രാവും പകലുകളിലും മുഅ്മിനായ മനുഷ്യന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന സമയമുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഏത് സമയത്തും റമദാനിലെ നോമ്പുകാരൻ നോമ്പ് പിടിച്ച് വൈകുന്നേരം തുറക്കുന്ന സമയം വരെ ദുആ ഇജാബത്താണ്. അത് വേറെ, അത് നോമ്പുകാരുടെ പ്രത്യേകതയാണ്. നോമ്പില്ല ഒരു വ്യക്തി രോഗശയ്യനാൻ, സുഖമില്ലാതെ കിടക്കാണ്, മോമിനാൻ, അയാൾ ആ കിടക്കുന്ന വേളയിലും മുസ്ലിമായ മനുഷ്യൻ റമദാനിന്റെ രാവും പകലും എന്ത് ചോദിച്ചാലും എന്ത് കിട്ടും? ഉത്തരമുണ്ട്. നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഏറ്റവും കൂടുതൽ ഉത്തരം കിട്ടുന്ന സമയമാണ് മഗ്‌രിബിന് തൊട്ട് മുമ്പുള്ള സമയം. നോമ്പുകാരനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് റമദാൻ അല്ലാത്തപ്പോൾ തന്നെ മഗ്‌രിബിന് തൊട്ട് മുമ്പ് ദുആ ഇജാബത്താണ്. ശരിക്കും ശ്രദ്ധിക്കണേ, റമദാൻ അല്ലാത്തപ്പോൾ തന്നെ മഗ്‌രിബിന് തൊട്ട് മുമ്പ് ഇജാബത്താണ്. റമദാനിൽ പ്രത്യേകിച്ച് ഇജാബത്താണ്. കാരണം നീ നോമ്പുകാരനാണ്. നോമ്പ് തുറക്കുന്ന വേളയിലുള്ള പ്രാർത്ഥനയ്ക്ക് ഭയങ്കര ഇജാബത്താണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മളിൽ 95% ആളുകളും ശ്രദ്ധിക്കാതെ പോകുന്ന സമയം അതാണ്. പള്ളി പോയാൽ കഞ്ഞി കിട്ടിയില്ല, ചായ കിട്ടിയില്ല, അത് കിട്ടിയില്ല, ഈത്തപ്പഴം, തണ്ണിമത്തം, വത്തയ്ക്ക, ഹയവാൻ അതിൻ്റെ പുറകെ ഓടിയിട്ടുള്ള സമയം മുഴുവൻ പോയി. വീട്ടിലെ പെണ്ണുങ്ങളാണെങ്കിൽ ചായ വെക്കുന്ന തിരക്ക്, കൊണ്ടുവന്ന് വെക്കുന്നു. അവർക്കാണെങ്കിൽ ഇത് എടുത്തു വെക്കുന്ന തിരക്കാണ്. സമൂസ വെച്ചില്ലേ, അത് വെച്ചില്ല, ഇത് വെച്ചില്ല എന്ന് വെച്ചാൽ അവരെ വീണ്ടും ഓടിക്കുക. ഇതെല്ലാം ഓടിച്ച് തിരിച്ചുകൂടെ വരുമ്പോഴത്തേക്കും ബാങ്ക് വിളിച്ചു. അതിന് തൊട്ടു മുമ്പുള്ള 5 മിനിറ്റ് സമയം ദുആ നഷ്ടപ്പെട്ടു. ബാങ്ക് ഇപ്പോൾ ഇവിടെ എത്ര മണിക്കാണ്? 6:30. പല അഭിപ്രായം ലേലം വിളിക്കുന്നുണ്ട്. 39, 37 തുടങ്ങി 39 എത്തിയിട്ടുണ്ട്. 40 ആരെയും വിളിക്കുന്നുണ്ടോ? 39 ഉറപ്പിക്കാം, ആയിക്കോട്ടെ. അപ്പോൾ 39 ഇപ്പോഴത്തെ ടൈം അങ്ങനെയാണെങ്കിൽ 39 ആണല്ലോ അല്ലേ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഓരോ സമയത്ത് വ്യത്യാസം. കഴിഞ്ഞ ദിവസം ഇവിടെ കർണാടകയിൽ വിളിച്ചപ്പോൾ 6:45. അപ്പോൾ ഞാൻ പറയും കോട്ടയത്തോട്ട് വണ്ടി വിളിച്ചു 6:36 നോമ്പ് തുറന്നിട്ട് പോകാമെന്ന് പറഞ്ഞു. 6:45 അവിടെ നോമ്പ് തുറക്കുന്നത്.
ഞങ്ങളുടെ നാട്ടിൽ 36-നാണ്. ഇങ്ങോട്ട് വരുന്നവരും കുറേ കൂടും. 39-ആണ്. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ അതിനനുസരിച്ച് കൂടുകയാണ്. കണ്ണൂർ കാസർഗോഡ് അങ്ങോട്ട് പോകുമ്പോൾ 40-ആയി, 41-ആയി, 42-ആയി. കർണാടകയിലുള്ളൊരു വ്യക്തിയാണ് വിളിച്ചത് 45-നാണ്. 6:45. ഉദയം അങ്ങനെ വൈകി വരിക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഒരു 6:30 തന്നെ കറക്റ്റ് സ്ത്രീകൾ, ഞാൻ സമയം ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ചോദിച്ചത്. 6:30 ആകുമ്പോൾ തന്നെ സാധനങ്ങൾ ചായ എല്ലാം എടുത്തു വെച്ച് ഒരു 5 മിനിറ്റ് ശരിക്കൊന്ന് ശ്രദ്ധിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒന്ന് ദുആ ചെയ്ത് നോക്ക്. നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ എന്തുമാത്രം പ്രശ്നങ്ങൾ പറയാനുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കച്ചവടത്തിൽ ശാരീരികമായ അസ്വസ്ഥതകളുള്ളവരുണ്ട്, മാനസികമായി പ്രയാസം നേരിടുന്നവരുണ്ട്, സാമ്പത്തികമായി പ്രതിസന്ധികളിലൂടെ പോകുന്നവരുണ്ട്. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ആ മഗ്‌രിബിന് തൊട്ടു മുമ്പുള്ള സമയം, നോമ്പുകാരൻ നോമ്പ് തുറക്കുന്ന വേളയിലുള്ള പ്രാർത്ഥന ഇജാബത്താണ്. നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നലില്ലാഹി ഉതഖാ, ഇന്നലില്ലാഹി അസ്സ വജല്ല ഉതഖാ ഇൻദ കുല്ലി ഫിത്രിൻ. നോമ്പ് തുറക്കുന്ന വേളയിൽ അല്ലാഹുവിന് നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന ആളുകളുണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ആ സമയത്ത് നീ തൊടണമെന്ത്? അള്ളാഹു ആ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തണേ. നോമ്പ് തുറക്കുന്ന വേളയിൽ കുറച്ചാളുകളെ ആര് മോചിപ്പിക്കും? അള്ളാഹ് മോചിപ്പിക്കും നരകത്തിൽ നിന്ന് പിരടിയെ മോചിപ്പിക്കും. നോമ്പ് തുറക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ആ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തണേ എന്ന് പറഞ്ഞ് നോമ്പ് തുറക്കുന്ന സമയത്ത് നീ ദുആ ചെയ്യണം. അതിനാണ് ഈ ദുആ. വേറൊന്നും വേണ്ട, ഈ ദിക്ർ തന്നെ ഉരുവിട്ടാൽ മതി. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. എല്ലാ ദിവസവും ഒരു 100 പ്രാവശ്യമെങ്കിലും ഈ റമദാനിൽ നമ്മൾ ചെയ്തിരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിസ്കാരത്തിന്റെ പിന്നിൽ ഒരു 3 വട്ടം പറഞ്ഞതുകൊണ്ടൊന്നും ആയില്ല. ഒരു 100 എണ്ണമെങ്കിലും തസ്ബീഹ് എടുത്തിട്ട് അസ്റിന് ശേഷമോ ഒഴിവുള്ള സമയത്ത് ഒരു 100 വട്ടമെങ്കിലും ചെല്ലണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നരകത്തിൽ നിന്ന് മോചനം നൽകപ്പെടുന്ന സമയങ്ങൾ: 1, നോമ്പുകാരൻ നോമ്പ് തുറക്കുന്ന വേള, നബി മുഹമ്മദ് മുസ്തഫ. മറ്റൊന്ന്, പരിശുദ്ധ റമദാനിന്റെ രാവും പകലിലും നരകത്തിൽ നിന്ന് മോചനം നൽകപ്പെടുന്ന സമയമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്ന ലില്ലാഹി ഉതഖാഅ മിനൻ നാർ ഫീ കുല്ലി യൗമിൻ വലൈലത്തിൻ മിൻ റമദാൻ. റമദാനിന്റെ രാവും പകലും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ സമയങ്ങളിലും നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന ആളുകളുണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ടാണ് നമ്മളോട് റമദാൻ മുഴുക്കയും ഈ 2 കാര്യങ്ങൾ ചോദിക്കാൻ പറഞ്ഞത്. സ്വർഗം ചോദിക്കുക, നരകത്തെ തൊട്ട് കാവൽ തേടുക. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, യഥാർത്ഥ വിജയിയാരാണ്? നരകത്തിൽ നിന്ന് വിദൂരമാക്കപ്പെട്ട് സ്വർഗത്തിൽ കടക്കാൻ അവസരം കിട്ടിയവനാണ്. അല്ലാഹുവിന്റെ അടുക്കൽ വിജയശ്രീലാണിത്. എന്താണ് നരകം? പഠിക്കുക. നരകത്തിൽ കടക്കാതെ സ്വർഗത്തിലേക്ക് കടക്കണമെങ്കിൽ നരകം എന്താണെന്ന് പഠിക്കണ്ടേ? ഒരു ഭയപ്പാട് വരണ്ടേ? കേൾക്കല്ലേ? 1-2 ഹദീസുകൾ ഒന്ന് ശ്രദ്ധിക്കൽ. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ശ്രദ്ധിക്കുന്നുണ്ടോ എല്ലാവരും? വലത്തെ കൈയൊന്ന് ഉയർത്തിക്കാൻ നോക്കട്ടെ. മാഷാ അല്ലാഹ്. ക്ഷീണമുണ്ടോ? നിർത്താം. ഒരു 12 നിർത്താം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ശ്രദ്ധിക്കും. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പരിശുദ്ധമാക്കപ്പെട്ടതായ റമദാനിൻ്റെതാകുന്ന തുടക്കം മുതൽ അവസാനം വരെ അതിന്റെ പകലിലും രാത്രിയിലും നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുമത്രേ. അതുകൊണ്ടാണ് നമ്മൾ റമദാനിൽ ദ്വാരക്കും. എല്ലാ രാത്രിയിലും ദ്വാരക്കലില്ലേ? തറാവീഹിന് ശേഷം അറിയില്ല. അതോ اللهم إن لك في كل ليلة من ليالي شهر رمضان عتقاء وطلقاء وخلصاء وأمناء من النار اجعلنا من عتقائك وطلقائك وخلصائك وأمنائك من النار. അല്ലാഹുവേ, പടച്ചറബേ,
പരിശുദ്ധമായ റമദാനിന്റെ പവിത്രമാക്കപ്പെട്ട എല്ലാ രാവുകളും നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന, നരകത്തിൽ നിന്ന് പരിപൂർണമായി ഒഴിവാക്കപ്പെടുന്ന, നരകത്തെ തൊട്ട് നിർഭയമാക്കപ്പെടുന്നതായ ആളുകൾ നിനക്കുണ്ടല്ല റബ്ബേ. ആ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാഹ്. എല്ലാ രാവിലെ നമ്മൾ ദ്വാരം ചെയ്യാറുണ്ട്. തറാവീഹിന് ശേഷം നമ്മൾ ദ്വാരക്കാറുള്ളതാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇത് നമ്മുടെ ഖത്തീബ് ദ്വാരക്കുമ്പോൾ ചിലർ ഓടുകയാണ്, അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു, സമയം വെറുതെ പോവാൻ. 2 റക്അത്ത് പോലും പരിപൂർണമായി റാഹത്തായി നിസ്കരിക്കാത്ത ചെറുപ്പക്കാർ നമുക്കിടയിലുണ്ട്. അല്ലാഹു കാക്കുമാറാവട്ടെ. ഒരിക്കലും അങ്ങനെ വരാൻ പാടില്ല. തറാവീഹ് 20 റക്അത്ത് തുടക്കം മുതൽ അവസാനം വരെ പൂർത്തിയാക്കി ജമാഅത്തായി തന്നെ നിസ്കരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഉഖിദന്നാറു അൽഫ സന ഹത്ത ഹമറത് ثم وقد ألف سنة حتى بيضت ثم وقد ألف سنة حتى سودت وهي سوداء مظلمة. നബിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുളി ചെയ്യുകയാണ്, നരകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല 1000 കൊല്ലം നിരന്തരമായി കത്തിച്ചുവത്രേ. ഹത്ത ഹമറത്, നരകം വല്ലാതെ ചുവന്നു തുടുത്തുവത്രേ. നരകത്തെ അല്ലാഹു സൃഷ്ടിച്ച കോലം പറയാൻ 1000 കൊല്ലമാണ് നരകത്തെ സൃഷ്ടിച്ചത്. 1000 കൊല്ലം തുടക്കം മുതൽ അവസാനം വരെ 1 വർഷം 2 വർഷം അങ്ങനെ 1000 കൊല്ലം നിരന്തരമായി കത്തിക്കുവാണ്, രാവും പകലും. എത്ര കൊല്ലം എടുത്തു? 1000 കൊല്ലം കഴിഞ്ഞപ്പോൾ അതിൻ്റെ നിറം വല്ലാതെ ചുവന്നുപോയി. നബി മുഹമ്മദ് മുസ്തഫ ഹദീസാണിത്. വിശ്വസിച്ചില്ലെങ്കിൽ ആ സെക്കൻഡിൽ കാഫിറാവും. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. വീണ്ടും അല്ലാഹു നരകത്തെ സൃഷ്ടിക്കുകയാണ്. വീണ്ടും 1000 കൊല്ലം കൂടി നരകത്തെ കത്തിക്കുകയാണ്. 2000 വർഷമായി നരകത്തിന്റെ നിറം വല്ലാതെ വെളുത്തുപോയി എന്ന് നബിയുനാ റസൂലുള്ളാഹി. 2000 വർഷം കത്തിച്ച് നരകത്തിന്റെ നിറം ചുവപ്പിൽ നിന്ന് വെളുപ്പിലേക്ക് മാറിയിട്ട് അല്ലാഹു നരകത്തെ കത്തിക്കൽ നിർത്തുന്നില്ല. വീണ്ടും മലക്കുകളോട് പറയുകയാണ്, മലക്കുകളെ 1000 കൊല്ലം കൂടി നരകത്തെ കത്തിക്കണേ. വീണ്ടും 1000 കൊല്ലം കൂടി കത്തിച്ച് നരകത്തിന്റെ നിറം വല്ലാതെ കറുത്തുപോയി. നരകത്തിന്റെ നിറം വല്ലാതെ കറുത്തുപോയ സാബ. ആര് കണ്ടാലും പേടിക്കുന്ന കോലത്തിലേക്ക്, രൂപത്തിലേക്ക്, ഭാവത്തിലേക്ക് കറുകറുത്ത രൂപഭാവമായി നരകം മാറിയെന്ന് നബിയുനാ റസൂലുള്ളാഹി. വഹിയ സൗദാഉൻ മുളിമത്തുൻ, ഇരുപത്തിയതാകുന്ന കറുത്ത പുകപടലത്തോടുകൂടിയുള്ളതായ പേടിപ്പെടുത്തുന്ന കോലത്തിലേക്ക് നരകം മാറിയെന്ന് പരിശുദ്ധ തിരുനബി മുഹമ്മദ് മുസ്തഫ. എത്ര കൊല്ലം എടുത്തു? ഇപ്പൊ എത്ര കൊല്ലമായി? 3000 കൊല്ലമാണ് നരകത്തെ സൃഷ്ടിച്ചത്. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഹാജിയാര്, വലിയ കാശുകാരനെ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരിക, പറയണ്ട. അയാളുടെ മകളുടെ കല്യാണം വന്നപ്പോൾ ഭയങ്കര പന്തലിട്ട് വിശാലമായ രീതിയിൽ ആഹാരം കൊടുക്കുകയാണ്, ബിരിയാണി വെക്കുകയാണ്. എത്ര ചെമ്പ് വെക്കും, എത്ര ദിവസം കത്തിക്കും? മാക്സിമം പോയ 1 ദിവസം. ഇനി 3 ദിവസം 4 ദിവസം കല്യാണം കഴിഞ്ഞു. അതാണ് നിങ്ങൾ എന്ന് ചിന്തിക്കുന്ന അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. 3000 വർഷം രാവും പകലും നിരന്തരമായി കത്തിക്കുകയാണ് അല്ലാഹു. അങ്ങനെ കത്തിച്ച് നരകം വല്ലാതെ കറുത്തിരുണ്ട പുകപടലമായി മാറി. നമ്മൾ മനസ്സിലാക്കുന്നത് പോലെ 2 വിറകിന്റെ കഷ്ണം ഇട്ടിട്ട് ഞാൻ പിടിച്ചോ അങ്ങനെയൊക്കെയാണ് ചിലരുടെ മനസ്സിൽ അല്ലെ. നരകം എന്ന് പറയുമ്പോൾ കുറച്ച് വിറക് കത്തിച്ചിട്ടുള്ള ഒരു പ്രദേശം, ഒരു കിണർ, അങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഹദീസ് ഉണ്ട്, ഇതാ നോക്കി നിബിധങ്ങൾ പറയാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വലൗ ജുമിഅ ഹതബു ദുനിയാ കുല്ലഹാ
ലകാനൽ ജുസ്ഉൽ വാഹിദു മിൻ അജ്സാഇ ജഹന്നമ വലൗ ജുമിയ ഹതമു ദുനിയാ കുല്ലഹാ. ലോകത്തുള്ള സർവവൃക്ഷലതാദികളും സസ്യലതാദികളും കൊണ്ടുവന്ന് മുറിച്ച് അത് മരക്കഷ്ണങ്ങളാക്കി അത് വിറകുള്ളികളാക്കി അതെല്ലാം കൂടി ഇട്ടുകൊണ്ടൊരു ഭൂമിയിലിട്ട് കത്തിച്ചാലും ലകാനൽ ജുസ്ഉൽ വാഹിദു മിൻ അജ്സാഇ ജഹന്നമ, അത് നരകത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് അതൊരു ചെറിയ ഭാഗം മാത്രമാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്താ പറഞ്ഞത്? ആറ്റാശ്ശേരിയിലുള്ള മുഴുവൻ വൃക്ഷങ്ങളും മുറിക്കുക, അത് മുഴുവൻ ഒരു ഭൂമി കൊണ്ടിട്ട് എത്ര ഉണ്ടാവും? ആറ്റാശ്ശേരി മാത്രമല്ല, പാലക്കാട് ജില്ലയല്ല, കേരളത്തിലുള്ളതല്ല, ഇന്ത്യയിലുള്ളതല്ല, ലോകത്തുള്ളത്, ആമസോൺ കാടുകളിലുള്ളത് വരെ. ആമസോൺ കാട് ഒരാൾ പൂർണ്ണമായി നടന്ന് കണ്ടിട്ടില്ലെന്നാണ്. ഇന്ന് വരെ അതിൻ്റെ ഉത്ഭാഗത്തെക്കുറിച്ച് ഇന്ന് വരെ ശാസ്ത്രത്തിന് തന്നെ വ്യക്തമായി കാഴ്ചപ്പാടില്ല. അവിടെ പോകാൻ സാധിച്ചിട്ടില്ല ഫുള്ളായിട്ട്. കുറച്ച് ഭാഗങ്ങളെ ശാസ്ത്രം പോലും എത്തിപ്പെട്ടിട്ടുള്ളൂ. ഇത് ചിന്തിക്കണം, അത്ര വിശാലമാണ് ആമസോൺ കാട്. ഈ കാടുകളിൽ പ്രവിശാലമായി നിലകൊള്ളുന്ന മുഴുവൻ വൃക്ഷങ്ങളും, ലോകത്ത് ഏതെല്ലാം സ്ഥലത്തുള്ള വൃക്ഷങ്ങളുണ്ടോ സസ്യങ്ങളുണ്ടോ അത് മുഴുവനും കൊണ്ടുവന്ന് മുറിച്ച് മരക്കഷ്ണങ്ങളാക്കി വിറകുണ്ടികളാക്കിയിട്ട് കത്തിച്ചാലും ലകാനൽ ജുസ്ഉൽ വാഹിദു മിൻ അജ്സാഇ ജഹന്നമ, ജഹന്നം എന്ന നരകത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് അത് ചെറിയൊരു ഭാഗം മാത്രമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി. അതൊക്കെ വളരെ ചെറുതാണ്, ലൈറ്റാണ് നരകത്തിലേക്ക് നോക്കിയിട്ട് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അപ്പൊ മനസ്സിലായി നരകം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. ലോകത്തുള്ള മുഴുവൻ വൃക്ഷങ്ങളിട്ട് മുറിച്ച് മാറ്റിയിട്ട് കത്തിച്ചാൽ പോലും നരകത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ടത് ചെറുതാണ് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ആ സഹോദരങ്ങളെ, നമ്മൾ ഈ നരകത്തെ കാവൽ തേടാൻ പഠിപ്പിച്ചിരിക്കുന്നത് നിസ്സാരമല്ല. നമ്മുടെ ജീവിതത്തിലുടനീളമുണ്ട് ആ കാവൽ തേട്ടം. മനസ്സിലാക്കി. രാവിലെ എഴുന്നേറ്റാൽ ഉടനെ ആദ്യം പറയുന്നത് എന്താ പറയുന്നത്? ഒന്നും പറയാനില്ല. എൻ്റെ മൊബൈലിൽ എടുക്കുന്നു പറയും. ആണോ? അങ്ങനെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ചിലർക്ക് പറയാനാവുന്നത്. എന്താ പറയുക? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. ഓർമ്മ വന്നു അല്ലേ? പണ്ട് മദ്രസയിൽ പഠിച്ചതൊക്കെ ചെറുതായിട്ട് ഓർമ്മ വരുന്നുണ്ട്. അള്ളാഹു ഇനി അത് ശീലിക്കാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ, പടച്ചറബേ, അൽഹംദുലില്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹുവേ സർവസ്തുതിയും നിനക്കാണ്, അഖിലസ്തുതിയും നിനക്കാണ്. അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ, മരിപ്പിച്ചതിന് ശേഷം ജീവിപ്പിച്ചവനായ അല്ലാഹുവേ, നിനക്കാണ് അഖിലസ്തുതിയും. വഇലൈഹിൻ നുശൂർ, അവനിലേക്ക് തന്നെയാണ് ഒരുമിച്ച് കൂടലുള്ളത്. എഴുന്നേറ്റ ഉടനെ ചിന്ത മാശറയാണ്, അങ്ങോട്ടാണ് പോകേണ്ടത്. അതാണ് ആദ്യം തന്നെ പറയുന്നത്. എഴുന്നേറ്റ് ഉടനെ അവിടെ ഇരുന്നിട്ട് ഓതാൻ വേണ്ടി പഠിപ്പിച്ച ആയത്തുണ്ട്. നമ്മൾ ഓതലില്ല, അള്ളാഹു ഓതാൻ തൗഫീഖ് നൽകട്ടെ. മഹാന്മാരായ ആളുകൾ പതിവാക്കി വരുന്ന ആയത്ത്, ഓതൽ സുന്നത്തുള്ള ആയത്ത്. ഏതാണത്? 1-2 ആയത്തുകളുണ്ട്. അതിലും എന്ത് പ്രതിപാദിക്കുന്നുണ്ട്? നരകത്തെ തൊട്ടുള്ള കാവൽ തേട്ടം പ്രതിപാദിക്കുന്നുണ്ട്. എഴുന്നേറ്റതേ ഉള്ളൂ. ഒരു മോമിനായ മനുഷ്യൻ പ്രഭാതം പൊട്ടുവിടർന്ന് എഴുന്നേറ്റങ്ങോട്ട് ഇരിക്കാൻ കട്ടിൽ ഇരുന്നിട്ട് അവർ ഓതണമെന്നാണ്. ഏതാണത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി والأرض واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار ربنا إنك من تدخل النار فقد أخزيته وما للظالمين من أنصار ربنا إنا سمعنا مناديا ينادي للإيمان
أن آمنوا بربكم فآمنا ربنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار ربنا وآتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. രാവിലെ ഓതണ്ട അള്ളാഹു ഇത് ഓതി വരുമ്പോൾ വൈകുന്നേരം ആവുമല്ലോ ഉസ്താദ്, അവിടെ തന്നെ കിടക്കേണ്ടി വരുമല്ലോ. അത് പഠിച്ചെടുക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇത് ഓതി തീരുമ്പോഴത്തേക്കും അവിടെ തന്നെ ഉറങ്ങേണ്ടി വരുമല്ലോ എന്നുള്ള ചിന്തയിലാണ് ചിലർ. അള്ളാഹു നമ്മളെ സ്വാലിഹീങ്ങൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇത് മഹാന്മാരായ ആളുകൾ ഓതി വരുന്ന ആയത്തുകളാണ്, പതിവാക്കി വരുന്നതാണ്. അതിൽ എന്തുണ്ട്? സുബ്ഹാനല്ലാഹ് എന്നുണ്ട്. നരകത്തെ തൊട്ടുള്ള കാവലതിനുണ്ട്. ഫഖിര അദാബന്നാർ ആലി ഇമ്രാനിലെ ആയത്തുകളാണ്. ആലി ഇമ്രാൻ സൂക്തത്തിലുള്ള ആയത്തുകളാണ്. ഫഖിര അദാബന്നാർ, അല്ലാഹുവേ നരകത്തെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ ഇന്നക മൻ തുദ്ഖിലിൻ നാർ ഫഖദ് അഖസൈതഹു, നീ നരകത്തിൽ ആരെങ്കിലും പ്രവേശിപ്പിച്ചാൽ അവൻ നിന്ദനായി നിസാരനായി തീർന്നു അല്ലാഹ്. വമാലിൽ ളാലിമീന മിൻ അൻസാർ, അക്രമികൾക്ക് ഒരു നിലയ്ക്കുമുള്ള സഹായികൾ ആരുമില്ല റബ്ബേ, ഒരാളുമില്ല അല്ലാഹ്. നരകത്തെ തൊട്ടുള്ള കാവൽ തേട്ടം എഴുന്നേറ്റാൻ ഉടനെ തുടങ്ങാൻ മനസ്സിലാക്കണം. നമ്മൾ ബാങ്ക് വിളിക്കുന്നു, പള്ളിയിലേക്ക് പോകുന്നു, ബാക്കിയുള്ള അമലുകളൊക്കെ പിന്നെ തഹജ്ജുദ് മറ്റേ അമലുകളും. അള്ളാഹു ഇതൊക്കെ നിത്യമാക്കാൻ തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ചില ആളുകളുണ്ട്, നോമ്പ് പിടിക്കുന്ന ആളുകൾ അത്താഴം കഴിക്കൂല. അത് വലിയ തെറ്റാണ്. അത്താഴം, ഇടത്താഴം പിന്തിപ്പിക്കൽ സുന്നത്താണ്. അത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു 50 ആയത്ത് ഓതാനുള്ള സമയം ഉണ്ടാവണം. 50 ആയത്ത്, ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റെങ്കിലും സുബൈ ബാങ്ക് വിളിക്കുന്നതിനിടയിൽ ഉണ്ടാവണം. ചിലരിങ്ങനെ മന്തിയുടെ ഒരു കാര്യം വെച്ചുകൊണ്ടിരിക്കുക, അപ്പോഴത്തേക്കും ബാങ്ക് വിളിച്ചു, പിന്നെ വായി വെച്ചതല്ലെന്ന് എഴുതി അതങ്ങ് ഇറക്കി, നോമ്പും പോയി. അള്ളാഹു ആക്കുമാറാവട്ടെ. വായിലിരിക്കുകയാണ്, എന്ത് ചെയ്യണം? വേഗം തുപ്പിക്കളയണം. ചിലർ ഇത് വായിരുന്നല്ലേ, ഇനിയിപ്പോൾ ആരറിയാൻ പോകുന്നു, കുഴപ്പമില്ലെന്ന് എഴുതി ഇറങ്ങാണ്. അല്ലെ തന്നെ നോമ്പ് അള്ളാഹു നീയുമായിട്ടുള്ള കണക്ഷനാണ്. ഇത് ഇറക്കിപ്പോയാൽ പിന്നെ നോമ്പ് പോയി. അള്ളാഹു ആക്കുമാറാവട്ടെ. ധൃതി പിടിച്ചുള്ള പരിപാടിയാണ്. ഇടയത്താഴം പിന്തിപ്പിക്കൽ സുന്നത്തുണ്ട്. ഇടയത്താഴം തന്നെ ഇവിടെ പറയാം. അതോ അത്താഴം? ഞങ്ങളുടെ നാട്ടിൽ ഇടയത്താഴം എന്ന് പറയാം. ഓരോ സ്ഥലത്ത് ഓരോ ഭാഷയാണ്. അത്താഴം അത് പിന്തിപ്പിക്കൽ സുന്നത്താണ്. പക്ഷെ പിന്തിപ്പിക്കാതെ അർദ്ധരാത്രിക്ക് ശേഷമാവുക, അത് തന്നെ ഏറ്റവും ബാങ്ക് വിളിക്കുന്നതിനടുത്താവുക. പക്ഷെ ഒരു 20 ആയത്ത് അല്ലെങ്കിൽ 50 ആയത്ത് ഓതാനുള്ള ഖദറുണ്ടാവണം അതിനിടയിൽ. അതാണ് ഏറ്റവും നല്ലത്. 2 റക്അത്ത് തഹജ്ജുദിന്റെ സുന്നത്ത് നിസ്കരിക്കുക. ഒരു 100 വട്ടമെങ്കിലും ഇസ്തിഗ്ഫാർ ചെല്ലുക. വബിൽ അസ്ഹാരിഹിം യസ്തഗ്ഫിറൂൻ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അത്താഴ സമയത്ത് എല്ലിയാൽ വലിയ പുണ്യമാണ്, സ്വർഗ്ഗം കിട്ടാൻ കാരണമാണ്. ഇന്നൽ മുത്തഖീന ഫീ ളിലാലിൻ വഅയൂൻ, ഇന്നൽ മുത്തഖീന ഫീ ജന്നാത്തിൻ വഅയൂൻ. മുത്തഖീകളായ ആളുകൾ അവർ പവിത്രമായ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു ആ മുത്തഖീകളെ വിശദീകരിച്ചെടുത്ത് പറയുന്നുണ്ട്. വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, അത്താഴ സമയത്ത് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവരാണവർ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഒരു 100 വട്ടം അവിടെ ഇസ്തിഗ്ഫാർ ചെല്ലുക. നേരത്തെ പറഞ്ഞ ദിക്റില്ല മതി. ഏത്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത അഊദു ബിക മിനാ, എല്ലാം ഉൾപ്പെട്ടു. 100 വട്ടം അവിടെ ചൊല്ലി തീർത്താൽ റാഹത്താണ്. എന്നിട്ട് ദ്വാര നോക്കി സമയമുണ്ടെങ്കിൽ അപ്പോൾ തന്നെ യാസീൻ ഓത്, അല്ലെങ്കിൽ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന ഖത്തമിൻ്റെ 2 പേജെങ്കിലും ആ സമയത്ത് ഓതി തീർക്കുക. ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് അതാണ് ചെയ്യേണ്ടത്. ഇത് ബാത്റൂമിൽ പോയിരുന്ന് 1.5 മണിക്കൂർ സമയം അങ്ങ് ചെലവഴിക്കും. വെള്ളമൊക്കെ കണ്ടമാനം ചെലവഴിക്കാൻ വളരെ ശ്രദ്ധിക്കണം. പള്ളിയിലൊക്കെ വെള്ളം നമ്മൾ ഉപയോഗിക്കുമ്പോൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. യുസന്നു തസ്ലീസു കുല്ലു മിൻ മഗ്സൂലിൻ വ മംസൂഹിൻ വയുക്റഹു സിയാദതു അലൈഹാ വഹറാമുൻ ഇദാ കാന മുസബ്ബല. ഫതുഹുൽ മുഈൻ അടക്കമുള്ള കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലെല്ലാം വ്യക്തമായി പണ്ഡിതന്മാർ പഠിപ്പിച്ചതാണ്. സാധാരണക്കാർ ശ്രദ്ധിക്കാനാണ് ഇത് പറയുന്നത്. പള്ളിയിൽ പോയി നമ്മൾ ഒതു കൊടുക്കുമ്പോൾ 3 പ്രാവശ്യത്തേക്കാൾ കൂടുതൽ വെള്ളം ഉപയോഗിക്കൽ കറാഹത്ത്. 3 പ്രാവശ്യം ഇത് വെച്ച് ചെയ്യൽ സുന്നത്താണ്. യുസന്നു തസ്ലീസു കുല്ലു മിൻ മഗ്സൂലിൻ വ മംസൂഹിൻ, തടവപ്പെടുന്നതും കഴുകപ്പെടുന്നതുമായ അവയവങ്ങൾ 3 പ്രാവശ്യം വീതം വെച്ച് ചെയ്യൽ സുന്നത്താണ്.
എല്ലാം 3 പ്രാവശ്യം വെച്ച് ചെയ്യും, അത് സുന്നത്താണ്. അതിനേക്കാൾ കൂടുതൽ അകാരണമായി ഉപയോഗിക്കൽ കറാഹത്താണ്. അത് വീട്ടിലെ വെള്ളമാണെങ്കിൽ, സ്വന്തം വീട്ടിലെ വെള്ളമാണെങ്കിൽ പോലും നമ്മുടെ വാപ്പ പൈസ മുടക്കി വെച്ചതാണ്, അല്ലെങ്കിൽ എൻ്റെ സ്വന്തം കാശിലാണെന്ന് പറഞ്ഞ് അഹങ്കരിച്ചിട്ട് 4ാമത്തെ പ്രാവശ്യം നീ ഉപയോഗിക്കുകയാണെങ്കിൽ അത് കറാഹത്ത്. ഹറാമൻ ഇദാകാന മുസബ്ബല, ആ 4ാമത്തെ ഉപയോഗം പൊതു സ്വത്തിൽ നിന്നാണ്, പള്ളിയിൽ നിന്നാണ് എങ്കിൽ അത് ഹറാമാണ്. ഷാഫി മദ്ഹബിലെ പ്രബല അഭിപ്രായമാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാണ്. ചില ആളുകൾ ഹവായി ചെരുപ്പിട്ടുകൊണ്ട് വരും, പള്ളിയിൽ കൊണ്ടുവന്ന്, കാറ്റാശ്ശേരി പള്ളിയിലവിടെ കൊണ്ടുവന്ന് കഴുകുക, നല്ല റാഹത്ത്. അവിടെ കൊണ്ടുവന്ന് കഴുകി വെക്കുക, വരച്ച് കഴുകുന്നവർ ശ്രദ്ധിച്ചു. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ചിലർ സോപ്പ് കൊണ്ടുവന്നിട്ട് പള്ളിയിലെ ഭിത്തിയിലോട്ട് കൊണ്ട് തേച്ചങ്ങ് ഒട്ടിക്കും, ലക്സിൻ്റെ സോപ്പ്. എന്നിട്ട് തല ഹജറുൽ-അസ്വദിനകത്ത് തലയിട്ടതുപോലെ തല അങ്ങോട്ട് കൊണ്ടിട്ട് സോപ്പിട്ട് തല അതുപോലെ കഴുകുക. പള്ളിയുടെ വെള്ളത്തിലാണ് കുളിക്കുന്നത്. പള്ളിയുടെ ജീവനക്കാരല്ല പറയുന്നത്, പുറത്തുനിന്ന് വരുന്ന ഗവൺമെൻറ്റുകാരെയാണ് പറയുന്നത്. ശ്രദ്ധിക്കണം, ഭയങ്കര തെറ്റാണ്, ഗുരുതരമായ വീഴ്ചയാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. യഥാർത്ഥത്തിൽ പള്ളിയുടെ അടുത്ത് വീട് സൗകര്യമുള്ളവരാണ് നമ്മളൊക്കെ വീട്ടിൽ നിന്ന് മുഖമെടുത്ത് വരണം. ഞാൻ 150 രൂപ മാസവരി കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അതിൻ്റെ ഹിസാബ് ഇടാൻ നിന്നാൽ ഇടങ്ങേറാവും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഞാൻ കൊടുക്കുന്നുണ്ട് 150 രൂപ മാസം, ഇന്നുവരെ തെറ്റിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് പള്ളിയിലെ വെള്ളം നമ്മൾ ദൂർത്തടിക്കുന്നത്. 3 പ്രാവശ്യം ഉപയോഗിക്കൽ ഓക്കെ, 4ാമത്തെ വട്ടം ഒഴിക്കൽ വളരെ അപകടം. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. വലഹാൻ എന്ന പിശാചിന്റെ ഉടമയാണ് ആര്? വെള്ളവുമായി ബന്ധപ്പെടുന്നവൻ, അധികമായി നിലകൊള്ളുന്നവനെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇതൊക്കെ സ്ത്രീകൾക്കും ബാധകമാണ്. കുളിക്കാൻ കയറി 1.5 മണിക്കൂർ എടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അതിനകത്ത് കയറിയിരിക്കുക, ഇറങ്ങുന്നില്ല. 1.5 മണിക്കൂർ എടുക്കും കുളിച്ചിറങ്ങണമെങ്കിൽ. ഭയങ്കര താമസം. വെള്ളം കോരി ഇങ്ങനെ ഒഴിക്കുന്നുണ്ട്, തലേ വീഴുന്നില്ല. പുറകെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കുളിച്ചിട്ട് പോവാം, 10 പേർക്ക് കുളിച്ചിട്ട് പോവാം. ഇതിങ്ങനെ കോരിക്കോരി ഒഴിക്കുന്നു. കാര്യമായിട്ട് എത്ര വെള്ളമാണ് നമ്മൾ ദൂർത്തടിക്കുന്നത്, ശ്രദ്ധിക്കണം നമ്മൾ. പിശാചുക്കളുടെ സഹോദരങ്ങളായിട്ടാണ് ആര് പരിചയപ്പെടുത്തിയത്? ദൂർത്തടിക്കുന്നവരെ അന്ന് പരിചയപ്പെടുത്തിയത്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. പിശാചിന്റെ സഹോദരങ്ങളാണ് നമ്മൾ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ട് പള്ളിയുടെ വെള്ളമൊക്കെ വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. കമ്മിറ്റി ഭാരവാഹികൾ ശ്രദ്ധിക്കണം. പള്ളിയിലെ ബക്കറ്റും മറ്റു കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം. ചില പള്ളിയിൽ കയറിയാൽ 10-30 ഓട്ടോയാണ്, ചുവിങ്ങം വാങ്ങിച്ചുകൊണ്ട് പോവാണ് അതിൻ്റെ ഓട്ടോ അടയ്ക്കാൻ വേണ്ടി, പള്ളിയിലെ ബാത്റൂമിൻ്റെ താങ്ങുന്ന വാതിലടയ്ക്കാൻ. വളരെ ശ്രദ്ധിക്കണം നമ്മൾ. പരിപാലനം നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കണം. മെഹ്റാബ് നല്ല റാഹത്ത്, പള്ളിയുടെ താങ്ങുന്ന മൂത്രപ്പുര ഖറാബാക്കി ഇടാൻ പാടില്ല. എല്ലാം നല്ല ക്ലീനായിരിക്കണം, വൃത്തിയായിരിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാ വിഷയത്തിലും മക്കയും മദീനയൊക്കെ ഓതാറുള്ള നമ്മൾ എന്ത് ഇതുകൊണ്ട് ശ്രദ്ധിക്കാത്തത്? പൈപ്പ് പൊട്ടിക്കിടക്കണം, വെള്ളം ഇങ്ങനെ വെക്കൊണ്ടിരിക്കുക ബാത്റൂമിൽ. എത്ര നാളായി? ശ്രദ്ധിക്കണ്ടേ? പൈപ്പ് മാറാറായിട്ടുണ്ട്, ലീക്കുണ്ട്, മാറ്റണം. അത് അവിടെ ഇരിക്കുന്ന ബക്കറ്റ് അതിനുണ്ട് 10-30 തോള റാഹത്തായിട്ട് ദ്വാരം വീണിരിക്കുക. കപ്പാണെങ്കിൽ ഓപ്പറേഷൻ ചെയ്ത മാതിരിയുള്ള കപ്പാണ്. അപ്പുറം ഇപ്പുറമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്നായിട്ട് പോയിരിക്കുക. ചിലതിൽ കൊളുത്തില്ല, കയറിയിരിക്കുന്നവൻ കടിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കയറിട്ട് കെട്ടിയിട്ട്, അങ്ങനെ ഇരിക്കുന്നത്. ചിലർ ബക്കറ്റിനകത്ത് വെള്ളം കൊണ്ടുവന്ന് വാതിക്കെ വെച്ചിരിക്കുകയാണ്, ഒരു മനുഷ്യനും കൂടെ വരില്ലേ എന്ന് പറയാൻ. ചില പള്ളികളുടെ അവസ്ഥ പറയാതിരിക്കാൻ പറ്റൂലല്ലോ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? ആ വാതിൽ ശ്രദ്ധിക്കൽ, വാതിലിൻ്റെ പൈപ്പ് ശ്രദ്ധിക്കൽ, ബക്കറ്റ് ശ്രദ്ധിക്കൽ. ഒരു തുള്ളി വെള്ളം പോയാൽ എല്ലാവരും ഹിസാബായി. അതിൻ്റെ പരിപാലനത്തിരിക്കുന്ന മുഴുവൻ ആളുകൾ ഹിസാബാവും. ശ്രദ്ധിക്കാൻ പറഞ്ഞതാ. എവിടെയൊക്കെ വെള്ളം ലീക്കേജ് ഉണ്ടോ അതൊക്കെ ശ്രദ്ധിക്കണം. കാരണം വെള്ളം കിട്ടാതെ പ്രയാസപ്പെടുന്ന ഈ ചൂടുള്ള സമയത്ത് ധാരാളം ജീവജാലങ്ങളുണ്ട്. നമ്മളിങ്ങനെ ദൂർത്തടിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദു എടുക്കുന്ന സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മസ്റഫു സഅദ് എത്ര വലിയ ദൂർത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഅദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അഫിൽ വുദൂഇ ഇസ്റാഫൻ യാ റസൂലല്ലാഹ്, ഉദു എടുക്കുന്ന വെള്ളത്തിൽ ദൂർത്തുണ്ടോ? ഞാൻ ആരാധനയ്ക്ക് വേണ്ടി ഉദു എടുക്കാൻ, അതിനകത്ത് ദൂർത്തോ? നല്ല റാഹത്തായിട്ട് എടുക്കണ്ടേ? നബി തങ്ങൾ പറഞ്ഞു സഅദ് റളിയല്ലാഹു അൻഹുവോട്, വഇൻ കുൻത അലാ നഹരിൻ ജാരിൻ, നല്ല വൃത്തിയായി ഒഴുകുന്ന നദിയുടെ തീരത്തിരുന്നുകൊണ്ട് ഒതുവെടുത്താലും നിറഞ്ഞ തുളുമ്പി വരുന്നതായ നദിയാണല്ലോ, ഇഷ്ടംപോലെ വെള്ളമുണ്ടല്ലോ എന്ന് കരുതിയിട്ട് നീ വെള്ളം ദൂർത്തടിക്കരുത്, അത് ചെയ്യരുതെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നമ്മളവർക്ക് നല്ല മഴയുള്ള സമയം ഇഷ്ടംപോലെ വെള്ളമുണ്ട്,
ഇവിടെ കുഴൽക്കിണർ അടിച്ചിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല ഉസ്താദെ, വെള്ളത്തിന് ദാരിദ്ര്യം ഇല്ല. വെള്ളത്തിന്റെ ദാരിദ്ര്യത്തിന്റെ വിഷയമല്ല ഈ പറയുന്നത്. വെള്ളം ഇഷ്ടംപോലെ ഉള്ളപ്പോൾ തന്നെ ദൂർത്തടിക്കരുതെന്ന് പരിശുദ്ധ ഇസ്ലാം. 3 പ്രാവശ്യത്തേക്കാൾ കൂടുതൽ 4ാമത്തെ പ്രാവശ്യം നീ വീട്ടിൽ നിന്നെടുത്താലും ചോദ്യം ചെയ്യപ്പെടും അല്ലാഹു. പള്ളിയിൽ നിന്ന് എടുത്ത പിന്നെ പറയണം ഹറാമൻ ഇദാകാന മുസബ്ബല. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അവ രാവിലെ എഴുന്നേറ്റു, തഹജ്ജുദ് നിസ്കരിച്ചു, ഇസ്തിഗ്ഫാർ ചൊല്ലി, പള്ളിയിൽ നിന്ന് ബാങ്ക് മുഴങ്ങി പള്ളിയിലേക്ക് പോയി 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. സുബഹിയുടെ സുന്നത്ത്. റക്അത്തുൽ ഫജ്രി ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ. ദുനിയാവും അതിലുള്ള സകല വസ്തുക്കളെ ലഭിക്കുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമമാണ് സുബഹിക്ക് 2 റക്അത്ത് സുന്നത്ത് എന്ന നബി മുഹമ്മദ് മുസ്തഫ. ഫർദ് നമസ്കാരങ്ങളുടെ മുമ്പും ശേഷമുള്ള റവാത്തിബ് സുന്നത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്താണ് ഏത്? സുബഹിയുടെ 2 റക്അത്ത് സുന്നത്ത്. പലരും വിട്ടു. എനിക്ക് ശ്രദ്ധിക്കേണ്ട, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത്താഴം കഴിക്കാതെ ചില മക്കൾ ഇരിക്കുന്നുണ്ട്, ശ്രദ്ധിക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു, തസഹറു ഫഇന്ന ഫിസ്സുഹൂരി ബറക. അത്താഴം നിങ്ങൾ കഴിക്കണം, അതിൽ ബറക്കത്തുള്ള ഭക്ഷണമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു ഉരുള കഴിച്ചാൽ മതി, ഒരൊറ്റ ഈത്തപ്പഴം കഴിച്ചാൽ മതി, സുന്നത്ത് കിട്ടി. ഒന്നും കഴിക്കാതെ കിടക്കരുത്. 3 മണി വരെ മൊബൈൽ ഫോണുമായിട്ടിരിക്കും, വാട്സാപ്പും ഫേസ്ബുക്കും അശ്ലീലത ഇൻസ്റ്റഗ്രാമും ഒക്കെ ഇരുന്ന് പിന്നെ ഒരൊറ്റ ഉറക്കാണ്. സുബഹിയില്ല, നോമ്പ. ഞാൻ തലേന്ന് തറാവീന് പോയിട്ട് അവിടുന്ന് നിയ്യത്ത് വെച്ചിട്ടുണ്ടെന്നാണ് പറയുക. അങ്ങനെയായിട്ട് കാര്യമില്ല. അതൊന്നും ഒരു നോമ്പായി പരിഗണിക്കില്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അള്ളാഹു കാത്തു സംരക്ഷിക്കട്ടെ. സുബഹിയുടെ 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം ഏറ്റവും ശ്രേഷ്ഠതയുള്ളതാണ്. മൻ സല്ലാ സുന്നത്തയ സുബ്ഹി ബി അലം അലം ലം യജിദുഹു ഫീ ദാലികൽ യൗമി അലമൻ ശഫീഉനാ റസൂലുള്ളാഹി. സുബ്ഹിയുടെ 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം ആദ്യത്തെ റക്അത്തിൽ അലം നശ്റഹ് എന്ന സൂറത്തും ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്തും ഓതണം. രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഫീൽ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന സൂറത്തും ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തുൽ ഇഖ്ലാസ് ഓതി നിസ്കരിച്ചാൽ ലം യജിദുഹു ഫീ ദാലികൽ യൗമി അലമൻ. അന്നത്തെ ദിവസം ഒരു വിഷമമോ ദുഃഖമോ പ്രയാസമോ വേദനയോ അവരുണ്ടാവുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സഹോദരിമാര് കൂടി ശ്രദ്ധിക്കണേ ഈ പറഞ്ഞത്. സുബഹിക്ക് ബാങ്ക് മുഴങ്ങിയാൽ 2 റക്അത്ത് സുന്നത്ത്. സുബഹിയുടെ 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം അല്ലാഹു തആല കൊണ്ട് നിസ്കരിക്കുന്നു. കൈകെട്ടി ഫാത്തിഹ ഓതുക, അലം നശ്റഹ് സൂറത്ത് ഓതുക. അലം നശ്റഹ് ലക സദ്റക വവദഅനാ അൻക വിസ്റക അല്ലദീ അൻഖദ ളഹ്റക ورفعنا لك ذكرك فإن مع العسر يسرا إن مع العسر يسرا فإذا فرغت فانصب وإلى ربك فارغب. അതോടൊപ്പം തന്നെ എന്തുകൂടി ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅബുദു മാ തഅബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅബുദു വലാ അന ആബിദും മാ അബദ്തും വലാ അൻതും ആബിദൂന മാ അഅബുദു ലക്കും ദീനുക്കും വലിയ ദീൻ. ഈ 2 സൂറത്തും ആദ്യത്തെ റക്അത്തിൽ തന്നെ ഓത്. അലം നശ്റഹ് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. രണ്ടാമത്തെ റക്അത്തിലേക്ക് വന്നാൽ ഉടനെ ഫാത്തിഹ. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം طيرا അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ سجيل فجعلهم كعصف مأكول. അതിനോടൊപ്പം തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അങ്ങനെ ഓതി നിസ്കരിച്ചാൽ അന്നത്തെ ഒരു ദിവസം ഒരു പ്രയാസവും ഉണ്ടാവൂല. ആരാ പറഞ്ഞത്? നബി മുഹമ്മദ് മുസ്തഫ. അത് ചെയ്തു നോക്കി, നാളെ മുതൽ ചെയ്തു നോക്കി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മറ്റൊരു ഹദീസിൽ കാണാം, മഹാന്മാർ പഠിപ്പിക്കുന്നു മൂലക്കുരുവിൻ്റെ അസുഖം ഉണ്ടാവൂല. എന്നാ പിന്നെ നാളെ വരെ ഓതിയത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.
പണ്ടിങ്ങനെ മൂലക്കുരുവിൻ്റെ നോട്ടീസ് ഇങ്ങനെ പലയിടത്തും കാണുന്നു. അപ്പം നമ്മൾ ചിന്തിച്ചു, ഉടച്ചവനെ ഇതിന് മാത്രം മൂലക്കുരുവിൻ്റെ അസുഖക്കാരുണ്ടോ? ഒരു കാര്യമില്ലാതെയാണ്. വല്ല വാതിലും പിടിച്ച് തീക്കാശ് കൊണ്ട് ചെയ്തിരുന്നേ അത്രയെങ്കിലും ഗുണപ്പെട്ടേനെന്ന് കരുതി. പക്ഷെ അവസാനം നോക്കിയപ്പോൾ എന്താ, ഇപ്പം എല്ലാവരും മൂലക്കുരുവിൻ്റെ ആൾക്കാർ. മൂലക്കുരു മൂലക്കുരു ഇല്ലാത്ത ആരും ഇല്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എല്ലാവർക്കും അസുഖമുണ്ട്, അതില്ലാത്തവർ വളരെ കുറവാണ്. എല്ലാവർക്കും ഈ അസുഖമുണ്ട്. എന്നിട്ട് അത് പറയാതിരിക്കുകയും അവസാനം അത് കൂടുകയും വളരെ ക്രിട്ടിക്കൽ എത്തുകയും ചെയ്യുമ്പോഴാണ് പിന്നെ പലരും അത് പുറത്ത് പറയുന്നത്. അപ്പോഴത്തേക്ക് ഇടങ്ങേറായിട്ടുണ്ടോ? അത് തുടക്കത്തിലെ ചികിത്സിച്ചാൽ വേഗം തന്നെ ചികിത്സ മാറ്റാം. ആയുർവേദം കൊണ്ട് തന്നെ മാറ്റാൻ പറ്റും, വേഗം തന്നെ ചികിത്സ മാറ്റും. ഇനി അതൊന്നും വേണ്ട, നിങ്ങൾ ഈ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കൽ ഇമാമികൾ പഠിപ്പിക്കുന്നു. സുബഹിയുടെ സുന്നത്ത് നിസ്കാരത്തിൽ അലം നശ്റഹ് എന്ന സൂറത്തും ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ആദ്യത്തെ റക്അത്തിലും രണ്ടാമത്തതിൽ അലം തറ കൈഫയും ഖുൽ ഹുവല്ലാഹു അഹദ് മോദി നിസ്കരിച്ചാൽ അവന് ബാസൂറിന്റെ അസുഖം ഉണ്ടാവുകയില്ല. മാഷാ അല്ലാഹ്. അപ്പം ആ രോഗമുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോ. ഒരു വേദനയും ഒരു പ്രയാസം ഉണ്ടാവില്ലെന്ന് ആരാ പറഞ്ഞത്? നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് ശ്രദ്ധിക്കുന്ന സഹോദരങ്ങളെ, എന്തിനാ ഇപ്പം ഇത് നിസ്കാരം പറഞ്ഞത്? ഇപ്പം ആ നിസ്കാരത്തിൽ ഓതേണ്ട സൂറത്ത് പഠിച്ചു. നിസ്കാരം കഴിഞ്ഞാൽ തഹജ്ജുദ് നിസ്കരിച്ചവർക്കും ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നു അല്ലാത്തവർക്കും കിബിലയ്ക്ക് നേരെ ചെരിഞ്ഞ് കിടക്കൽ സുന്നത്തുണ്ട്. തഹജ്ജുദ് നിസ്കരിച്ച ആളുകൾ രാത്രി 2 മണിക്കും അതുപോലെ 4 മണിക്കൊക്കെ എഴുന്നേറ്റ് ഖുർആൻ ഓതി നിസ്കരിക്കുക ചെയ്ത് ക്ഷീണിച്ച ആളുകളുണ്ട്. അവർ വലതുവശം ചെരിഞ്ഞൊന്ന് കിടന്നിട്ട് അവിടെ കിടന്ന് ഉറങ്ങാനില്ല. ഇവിടെ ഫർള് നിസ്കരിക്കാനുണ്ട്, ഉറങ്ങാനില്ല. പിന്നെന്തിനാണ് ആ കടന്ന് വലത് കൈയുടെ ഉൾഭാഗം അതിങ്ങനെ കവിളിൽ വെക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ വെക്കും. നബി അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഉറങ്ങാൻ കിടക്കുമ്പോൾ ചിലർക്ക് ചിലപ്പോൾ തടി കൊണ്ട് പറ്റൂല. ഉസ്താദ് പറഞ്ഞ് അങ്ങനെ വെക്കണമെന്ന് പറഞ്ഞ് അടങ്ങാറാകണ്ട. അതുകൊണ്ടാണ് ആദ്യം തന്നെ അത് പറയുന്നത്. പറ്റാത്തവർ വേണ്ട, വലതുവശം ചെരിഞ്ഞ് കിടന്നാൽ മതി. കിബിലയ്ക്ക് അഭിമുഖമായി കിടക്കുക. ഉദാഹരണം അവിടെയാണ് കിബിലയെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചെരിഞ്ഞിങ്ങനെ കടന്നുകൊണ്ട് ഒരു ദുആ പഠിപ്പിക്കുന്നുണ്ട്. ആ ദുആയിലും എന്തുണ്ട്? നരകത്തെ തൊട്ടുള്ള കാവൽ തേട്ടമുണ്ട്. അതാണ് നമ്മുടെ വിഷയം. ഏതാണ് ആ ദുആ? അല്ലാഹുമ്മ റബ്ബ ജിബ്രീല وميكائيل وإسرافيل وعزرائيل ومحمد صلى الله عليه وسلم اللهم إني أسألك الجنة